അപ്പം വെൽക്കം ടു അവർ നെക്സ്റ്റ് സെഷൻ ഓഫ് അവർ റെവലേഷൻ ബൈബിൾ സ്റ്റഡി. നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയും അതിനു മുമ്പുള്ള ആഴ്ചയിലെ വേദഭാഗങ്ങളെല്ലാം നമുക്കൊരു ഹോംവർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ 18 മുതൽ 20 വരെയുള്ള ചാപ്റ്ററും എഫേസ്യരുടെ ലേഖനം 3-ാം അധ്യായം 5-ാം അധ്യായം നിങ്ങൾ വായിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് 7 സഭകളോടുള്ള എഴുതിയ കത്തുകളിലേക്ക് നമ്മൾ കടക്കുവാണ്. ഓക്കെ, വി ആർ ഗോയിങ് ടു ദ 7 ലെറ്റേഴ്സ്. അപ്പോൾ അതിന് മുമ്പ് ആ ഡിസൈൻ എലിമെൻറ്റ്സ് ഞാൻ ഒന്നും കൂടെ കാണിക്കുകയാണ്. ഓരോ കത്തിലും ഈ 7 ഡിസൈൻ എലിമെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ കൃത്യമാണ്, ലേസർ ഷാർപ്പാണ്. അതിൽ 7 നേരത്തെ പറഞ്ഞതുപോലെ 7ൻ്റെ കണക്ക് വെളിപാടിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ 7 കത്തുകളിൽ 7 ഡിസൈൻ എലിമെൻറ്റ്, ഇതേ സെയിം ഡിസൈൻ എലിമെൻറ്റ് നമ്മൾ ഓരോ കത്തിലും നമ്മൾ കാണും. അതിലൊന്ന് എല്ലാ സഭയുടെയും പേര് ആദ്യം വരുന്നു. അത് കഴിഞ്ഞ് ക്രിസ്തു തിരഞ്ഞെടുക്കുന്ന തൻ്റെ ഒരു പേര് അത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഓരോരുത്തർക്കും വേണ്ടിയുള്ള അവരുടെ അഭിനന്ദനം കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്, ഒരു കമൻറ്റേഷനുണ്ട്. പിന്നെ ആശങ്കയുടെ ചില ഭാഗങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അവർക്ക് മുന്നോട്ടുള്ള എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിനൊരു എക്സോർട്ടേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ വിജയിക്കുന്നവർക്ക്, ഓവർകം ചെയ്യുന്നവർക്ക് ഒരു വാഗ്ദത്തം കൂടെ കൊടുക്കുന്നുണ്ട്. അത് എല്ലാ ലെറ്ററിലും അവസാനിക്കുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് സഭകളും ചെവിയുള്ളവനും കേൾക്കട്ടെ എന്ന രീതിയിലാണ് അവസാനിക്കുന്നത്. നമുക്കതിലേക്ക് വീണ്ടും കടന്നു വരാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എഫെസസ്. ഇതിൽ എഴുതിയിരിക്കുന്ന ആ ഫോട്ടോ റിയൽ ഫോട്ടോയാണ്. നമ്മുടെ ഒരു സഹോദരൻ അവിടെ പോവുകയും ഈ ഫോട്ടോ എടുക്കുകയും ചെയ്തു. ഈ ഫോട്ടോ കഴിഞ്ഞ് വേറൊരു ഫോട്ടോയും കൂടെ ഉണ്ട്. ആ സഹോദരൻ പോയപ്പോഴത്തേക്ക് ഈ 4 തൂണുകളും ഇല്ല, അതിൽ പലതും വീണ് കഴിഞ്ഞു. പക്ഷേ ഇത് എഫെസസിലെ ഇപ്പോൾ ഉള്ള എഫെസസ് എന്ന് പറയുന്നത് ടർക്കിയിലാണ് ഉള്ള ഒരു പടമാണ്. ഈ എഫെസസ് എന്ന സിറ്റി വളരെ ഏഷ്യയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു നഗരമായിരുന്നു. എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഷ്യയിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഒരു നഗരമായിരുന്നു. അതിൽ മെയിൻ കാരണം അവിടെ ഒരു പോർട്ട് ഉണ്ടായിരുന്നു, ഒരു ഹാർബർ. നമുക്കിപ്പോൾ വിഴിഞ്ഞം ഹാർബർ വരുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം അവിടെ എന്തായാലും ഉണ്ടാവും, അല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാം. അതിൻ്റെ ചുറ്റുമറ്റുമുള്ള എല്ലാ റോഡുകളും ആ റോഡിൻ്റെ പോകുന്ന ആ സ്ഥലത്തിനെല്ലാം വില കയറി, കച്ചവടം കാര്യങ്ങളെല്ലാം ഇനി അങ്ങോട്ട് കൂടുതലായിട്ട് വരും. അപ്പം ആ സ്ഥലത്തിൻ്റെ തന്നെ ഒരു മുഖച്ഛായ മാറ്റാൻ പോവുകയാണ് ഒരു നല്ല പോർട്ട്. അതുപോലെ ആ ഒരു പോർട്ട് അവിടെ ഉണ്ടായ ഒരു തുറമുഖം അവിടെ ഉണ്ടായത് കൊണ്ട് എഫെസസിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. എഫെസസിൽ നിന്നാണ് അവരുടെ ആ തുറമുഖം അവിടെ ഉള്ളത് കൊണ്ടും അവിടെ നിന്നാണ് ബാക്കിയുള്ള ഈസ്റ്റേൺ പ്രൊവിൻസസിലുള്ള എല്ലാ ഭാഗത്തിലേക്കുള്ള വഴി എഫെസസിൽ നിന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പൗലോസ് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് എഫെസസിൽ വന്നുകൊണ്ടിരുന്നത്. കാരണം എഫെസസിൽ നിന്ന് ബാക്കി ആ ഏഷ്യയിലുള്ള ബാക്കി തുർക്കിയിലെ ബാക്കി എല്ലാ ഭാഗങ്ങളിലേക്ക് ആക്സസ് പൗലോസിന് ലഭിച്ചിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും പുള്ളി പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പൗലോസിന്റെ സമയത്ത് തന്നെ ഈ റോമക്കാര് മരങ്ങൾ വളരെയേറെ വെട്ടിക്കളഞ്ഞതുകൊണ്ട് ഈ മണ്ണൊലിപ്പ് വളരെ അധികമായി വരികയും ആ പോർട്ട് ഉപയോഗശൂന്യമായി തീരാൻ തുടങ്ങി. പൗലോസ് തന്നെ വേറൊരു ഭാഗത്ത് വരുമ്പോൾ യാത്ര ചെയ്യാൻ പിന്നെ എഫെസസിൽ വന്ന് കപ്പലുകൾ അടുക്കാൻ പറ്റാതായി. മണ്ണ് വന്ന് അടിയുകയും ആ മരം വെട്ടിക്കളഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എഫെസസ് പതുക്കെ അതിൻ്റെ പ്രാധാന്യം കുറയാനും തുടങ്ങുന്ന ഒരു സമയമാണ്. എന്നാൽ ഈ എഴുതുന്ന സമയത്ത് എഫെസസ് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അത് അന്നത്തെ ഏഷ്യയിലെ ഏകദേശം അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ നഗരം കൂടിയായിരുന്നു എഫെസസ്. അപ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു നഗരം തന്നെ. അപ്പോൾ ഇത് വേറൊരു ഒരു പ്രത്യേകത ഇതിലുണ്ടായെന്ന് പറഞ്ഞാൽ ഈ നഗരത്തിന് മാന്ത്രികതയും കലകളുടെയും ഒരു കേന്ദ്രമായിരുന്നു. മാന്ത്രികത വളരെയേറെ ഉണ്ടായിരുന്ന ഒരു നഗരം. നമ്മൾ പൗലോസിന്റെ നിങ്ങളുടെ ആ പുസ്തകം നിങ്ങൾ ആ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിച്ചുവെങ്കിൽ പൗലോസിന്റെ എക്സ്റ്റെൻസീവ് വർക്ക് കാരണം പലരും അവിടെ ഒരു ഡയാന എന്ന് പറഞ്ഞ ഒരു ദേവിയെ ആരാധിച്ചിരുന്നു. ആ ദേവിയുടെ അവിടെ മെയിലും ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരുന്നു. ഈ ആലയത്തിന്റെ വേശ്യകൾ ഉണ്ടായിരുന്നു. ആ ആണുങ്ങളും ഉണ്ടായിരുന്നു, പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. അത് കൂടാതെ വേറെ ഒത്തിരി മാന്ത്രികത, മാജിക്ക് പഠിപ്പിക്കുകയും വിച്ച് ക്രാഫ്റ്റ് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. മെയിൻ ഈ ആർട്സും കലയും ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു സ്ഥലമായിരുന്നു. പല രാജ്യക്കാരും പല കൾച്ചർ ഉള്ളവരും വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ എഫെസസ് എന്ന് പറയുന്നത്. പൗലോസ് അവിടെ സുവിശേഷവുമായി ഇറങ്ങി തുടങ്ങിയപ്പോൾ
ആൾക്കാർ ഈ വിഗ്രഹങ്ങളെ വിട്ട് സത്യദൈവത്തെ പിന്തുടരാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് അവര് ഈ മാന്ത്രികതയൊക്കെ വളരെ വില കൂടിയ പുസ്തകങ്ങളും അതെല്ലാം അവര് കൂട്ടിയിട്ട് കത്തിച്ച ഒരു കഥ നമുക്ക് വായിക്കാൻ കഴിയും. കഥയല്ല, നടന്ന സംഭവമാണ്. അവർ കത്തിച്ചത്, അത് വളരെ വിലപിടിപ്പുള്ള പുസ്തകങ്ങളായിരുന്നു. അത് കത്തിക്കാൻ തുടങ്ങി. ഈ എഫെസസിലും ഈ തുർക്കിയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ പല സ്ഥലത്തും പൗലോസ് വളരെയേറെ ശക്തമായ പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഈ വിഗ്രഹാരാധന വളരെയേറെ കുറയുകയും സത്യദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ പലർക്കും ഈ അമ്പലത്തിനെ അല്ലെങ്കിൽ ഈ ഡയാനയുടെ ആലയത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പല ബിസിനസ്സിനെ അത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. പലരും അതിനെ എതിർക്കാൻ തുടങ്ങുന്നതിന്റെ മെയിൻ കാരണം അവരുടെ ബിസിനസ് അഫക്റ്റ് ചെയ്ത് തുടങ്ങി. കാരണം വിഗ്രഹങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടൊഴിഞ്ഞ് സത്യദൈവത്തെ തേടുന്ന ഒരു സമയമായിരുന്നു. അത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. വേറൊരു വളരെ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾക്ക് പീഡനം ലഭിച്ചത് യഹൂദരിൽ നിന്നാണ്. റോമക്കാർക്ക് രണ്ടാമതാണ്. ഏറ്റവും കൂടുതൽ യഹൂദരാണ് ക്രിസ്തുവിന്റെ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ എതിർത്തതും. അവരും ഇത് പലപ്പോഴും റോമനോട് ചേർന്ന് നിന്ന് ദൈവത്തിന്റെ ജനയും അപ്പോസ്തലന്മാരെയും കൊല്ലാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് വളരെ തന്ത്രപരമായ ഒരു സ്ഥലം എന്നാണ്, വളരെ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. എന്നാൽ ഈ ചർച്ചിന്റെ ഉപദേശകർ ആരും നോക്കിക്കഴിഞ്ഞാൽ 3 വൻപന്മാരാണ് ഈ സഭയുടെ ഉപദേശകർ. ഒന്ന് പൗലോസ് ആണ് അതിനെ ഫൗണ്ട് ചെയ്ത്, മെയിൻ ഉപദേശകൻ പൗലോസ് ആയിരുന്നു. അതിനുശേഷം ഏകദേശം ആദ്യത്തെ ബിഷപ്പ് എന്ന് പറയുന്ന ആള് തിമത്തിയാണ്. പിന്നെ യോഹന്നാന്റെ അവസാന കാലങ്ങളും ഈ എഫെസസ് ചർച്ച് തന്നെയായിരുന്നു. അപ്പോൾ 3 വൻപന്മാരാണ് അതിന്റെ ഉപദേശകരായിട്ട് നിന്നത്. അപ്പോൾ ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു സഭ തന്നെയാണ് എഫെസസ്. അത് കൂടാതെ അക്വില, പ്രിസില്ല, അപ്പല്ലോസ്, ഈ 3 പേരും എഫെസസിൽ ഉണ്ടായിരുന്നവരാണ്. ഈ അക്വില പ്രിസില്ലയുടെ കൂടെയാണ് പൗലോസ് ടെന്റ് മേക്കിംഗ്, അവർ ഈ ടെന്റ് ഉണ്ടാക്കുന്നവരായിരുന്നു. അവരുടെ കൂടെ ഇരുന്ന് പലപ്പോഴും ജോലി ചെയ്യും. അവരുടെ ഈ പൗലോസിന്റെ പല യാത്രയിലും അക്വില, പ്രിസില്ല കൂടെ പോവുകയും ചെയ്യുന്ന ഒരു നമുക്ക് വായിക്കുവാൻ സാധിക്കും. പക്ഷെ അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നു. കാരണം ആ സിറ്റിയുടെ ഒരു മെയിൻ, ആ ഏഷ്യയിലെ തന്നെ ഒരു മെയിൻ സിറ്റി ആയതുകൊണ്ട് അവിടെ നിന്ന് തന്നെയാണ് പൗലോസും സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ സ്ട്രാറ്റജിക് ആയിട്ട് തന്നെ പൗലോസും സ്റ്റാർട്ട് ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം, എന്നാൽ ഈ വെളിപാട് എഴുതിയതിന് ശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം എഴുതുന്നത്. അത് പലർക്കും അറിയില്ല. അതായത് വെളിപാട് പത്മോസ് ദ്വീപിൽ വെച്ച് എഴുതി കഴിഞ്ഞിട്ട് പിന്നീട് യോഹന്നാൻ എഫെസസിൽ വരികയും എഫെസസിൽ വെച്ചാണ് യോഹന്നാൻ സുവിശേഷം, ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോൺ എഴുതുന്നത്. വേറെ 3 കത്തുകളുണ്ട്. അത് ഒന്ന് യോഹന്നാൻ എന്ന് പറയുന്നത് എഫെസസിന് എഴുതുന്ന ഒരു ലേഖനമാണ്. 2 യോഹന്നാൻ എന്ന് പറയുന്നത് മേരിക്ക്, യേശുക്രിസ്തുവിന്റെ മദർ അമ്മ എന്ന് പറയുന്ന മേരിക്ക് എഴുതിയ ഒരു പേഴ്സണൽ ലെറ്റർ ആണ്. 3 ജോൺ എന്ന് പറയുന്നത് ഗയസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എഴുതുന്ന പേഴ്സണൽ ലെറ്റർ ആണ്. എന്നാൽ 1 യോഹന്നാൻ എഫെസസിൽ അല്ലെങ്കിൽ എഫീഷ്യർക്ക് വേണ്ടി എഴുതിയ ഒരു ലേഖനം തന്നെ. മറ്റേ 2 പേഴ്സണൽ ലെറ്റർ ആണ്. ആദ്യത്തെ 1 ജോൺ സഭയ്ക്ക് എഴുതുന്ന ഒരു ലെറ്ററാണ്. ഇവിടെയാണ് യേശുക്രിസ്തുവിന്റെ അമ്മയും ഉണ്ടായിരുന്നത്. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സഭയാണ്. അപ്പൊ ഈ സഭയുടെ ഒരു, നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇത്രയും 3 പേരുണ്ടെങ്കിൽ സഭയാണെങ്കിൽ ഇതൊരു കലക്കൻ സഭയായിരിക്കും. പക്ഷെ ആ സഭയിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ കണ്ടുവരുന്നത്. നമുക്ക് നോക്കാം. പക്ഷെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഡയാന എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റിയാണ്. സിയോസിന്റെ മോളായിട്ടും സിസ്റ്ററായിട്ടും ഒക്കെ പറയുന്നുണ്ട്. പല മിത്തോളജി ഉണ്ട്. പക്ഷെ വളരെ ഭയങ്കര ആരാധകർ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ എഫെസസ് എന്ന് പറയുന്നത്. റോമാക്കാർക്ക് അനേകം ദൈവങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് പല ദൈവങ്ങളെ ആരാധിക്കുന്നത് അവർക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. എല്ലാവരെയും ആരാധിക്കണം. അതുകൊണ്ടാണ് സീസറും ആ കൂട്ടത്തിലൊക്കെ വരുന്നത്. സീസറിനെ ആരാധിക്കുന്ന ഒരു ഭാഗം, ഇതൊക്കെ അവരുടെ ഒരു വളരെ കോമൺ ഒരു രീതിയായിരുന്നു. ഇനി നമുക്ക് ആ കത്തിലേക്ക് വരാം. എഫേസർക്ക് എഴുതിയ ആ കത്ത് നമുക്ക് തുടങ്ങാം. അപ്പൊ വെളിപാട് 2-ാം അധ്യായം 1 മുതൽ 7 വരെ. എഫെസോസിലെ സഭയുടെ ദൂതനെ എഴുതുക. 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചുകൊണ്ടും 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. അപ്പം എഫെസോസിലേക്ക് എഴുതുന്നതാണ്. യേശുക്രിസ്തുവിന്റെ ആ ടൈറ്റിൽ ശ്രദ്ധിച്ചുകൊള്ളുക. 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചുകൊണ്ടും 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ. അപ്പം ഇതിന്റെ മധ്യേ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവം. അപ്പൊ ദൈവം പറയുന്നത് നിങ്ങളുടെ മധ്യേ ഞാനുണ്ട്. വേറൊരു ഭാഗത്ത് നോക്കുമ്പോൾ ഇതെല്ലാം യേശുവിന്റെ അല്ലെങ്കിൽ വെളിപാടിൽ കാണുന്ന ക്രിസ്തുവിന്റെ കയ്യിൽ ഇരിക്കുന്നതാണ്. അതായത് നമ്മൾ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ യേശു ക്രിസ്തുവിന്റെ കയ്യിലും യേശു ക്രിസ്തു നമ്മുടെ മധ്യയുണ്ട്. നമ്മളത് പഴയ നിയമത്തിലെല്ലാം വായിക്കുമ്പോൾ
തൻ്റെ ജനത്തിന്റെ മധ്യേ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് എപ്പോഴും കാണുന്നത്. അങ്ങനെ ദൂരെ നിൽക്കുന്ന ഒരു ദൈവമല്ല, താൻ ഇഷ്ടപ്പെടുന്ന തൻ്റെ സ്വന്തം ജനത്തിന്റെ കൂടെ എപ്പോഴും അവരുടെ മധ്യേ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. അങ്ങനെ തന്നെയാണ് ഇവിടെയും. ആ 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും സഭയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരെ വളരെ സൂക്ഷ്മതയോട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ പലതും നടക്കുമ്പോൾ ദൈവം ഇതൊക്കെ കാണുന്നുണ്ടോ എന്ന് നമുക്ക് പലപ്പോഴും ചോദ്യം നമ്മുടെ മനസ്സിൽ തന്നെ തോന്നും. നമുക്ക് വിഷമം തോന്നിയിട്ട് അപ്പ ഇതൊക്കെ കാണുന്നില്ലേ? തീർച്ചയായും കാണുന്നുണ്ട്. കാണുന്നത് മാത്രമല്ല, 7 കണ്ണുള്ള ആ ആത്മാവ് നമ്മുടെ കൂടെ നോക്കുന്നുണ്ട്. പലപ്പോഴും ദൈവം മിണ്ടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ദൈവം ഇല്ല എന്ന് വിചാരിക്കരുത്. ദൈവം വളരെ സൂക്ഷ്മതയോടെ നമ്മുടെ ഓരോ റെസ്പോൺസും അതെന്ത് നമ്മൾ ചെയ്യുന്നു എന്ന് തീർച്ചയായും നോക്കുന്നുണ്ട്. നമ്മളെ കൈവിടാത്ത ഒരു ദൈവം, 7 നക്ഷത്രങ്ങൾ കയ്യിൽ പിടിച്ച് നിൽക്കുന്നവൻ ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ നടുവിലുള്ളത്. ഓക്കെ, 2-ാം വാക്യം, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും. 3 കാര്യങ്ങൾ അവർ അപ്പോൾ തന്നെ വളരെ സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് ആണ് ദൈവത്തിന്റെ ആത്മാവ്. സമയം കളയുന്നില്ല. ഞാൻ നിന്റെ പ്രവൃത്തിയും. ഈ വെളിപാടിലെ ഈ 3 ചാപ്റ്റേഴ്സ്, അതായത് 1, 2, 3 വളരെ വ്യക്തമായി അറിയുന്നവൻ, പഠിക്കുന്നവൻ, പിന്നെ മുന്നോട്ടുള്ള ഭാഗങ്ങളും അവർക്ക് എളുപ്പമായി തുടങ്ങും. ഈ 3 ചാപ്റ്ററുകൾ നമുക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ യാതൊരു വ്യത്യാസം ഉണ്ടാക്കിയില്ലെങ്കിൽ, ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് മനസ്സിലാക്കിയിട്ടും വലിയ കാര്യമില്ല. ഈ 3 ചാപ്റ്ററുകൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ താക്കോലുകളും അവിടെ ഉണ്ട്. വ്യത്യാസവും വരുത്തേണ്ട എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. പക്ഷെ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ടു ദ പോയിന്റ്, സ്ട്രെയിറ്റ്, യാതൊരു സമയം കളയാതെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും. ഈ 3 ക്വാളിറ്റിയാണ് ഡയറക്ട്ലി ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരിലും ദൈവം നോക്കാൻ പോകുന്ന ഭാഗം ഇത് തന്നെയാണ്. നമ്മുടെ പ്രവൃത്തി, നമ്മുടെ പ്രയത്നം, നമ്മുടെ സഹിഷ്ണുത. സഹിഷ്ണുത കൂടാതെ വിശ്വാസികൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പലപ്പോഴും നമുക്കൊരു സീസണല്ല നമ്മുടെ പ്രയത്നവും നമ്മുടെ പ്രവൃത്തിയും. അത് കഴിയുമ്പോൾ നമ്മുടെ മട്ട് മാറും, നമ്മുടെ സ്വഭാവം മാറും, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലേക്ക് പോകും. പക്ഷെ ദൈവം പറയുന്നത്, നിന്റെ പ്രവൃത്തി ഞാൻ കണ്ടു, നിന്റെ പ്രയത്നം ഞാൻ കണ്ടു, നിന്റെ സഹിഷ്ണുത. ഈ സഹിഷ്ണുതയ്ക്ക് ഒരു കാര്യമുണ്ട്. എഫെസോസില് നീ പറഞ്ഞ പോലെ അനേകം ദൈവങ്ങളെ ആരാധിച്ചിരുന്നത് കൊണ്ട് ഈ സീസറിന് മുമ്പ് വർഷത്തിൽ ഒരിക്കൽ വന്ന് സീസറിന് മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കുന്നവരുടെ തല വെട്ടിക്കളയുമായിരുന്നു. അപ്പൊ എഫെസോസിലും അത് വളരെയേറെ പ്രോമനന്റ് ആയിരുന്നു. കാരണം അവിടുത്തെ ആൾക്കാർ ഈ അമ്പലങ്ങളെ ചുറ്റിപ്പറ്റി, അവരുടെ ആലയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഒത്തിരി ആരാധനയും സീസറിനെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു കാലമാണ്. അപ്പം അത് ആരാധിക്കുന്നവരെ അവർ ചൂഷണം ചെയ്യും. അതുകൂടാതെ യഹൂദർ ചൂഷണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സഹിഷ്ണുത വളരെയേറെ വളരെ പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ കൂടെ എഫെസസ് കടന്നുപോയി എന്നുള്ളത് നിശ്ചയമാണ്. അപ്പൊ ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും, ഈ 3 കാര്യങ്ങൾ നമ്മൾ അടിവരെ ഇട്ടുകൊള്ളണം. നമ്മൾ ദൈവത്തിന്റെ സന്നിധി നീങ്ങുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആവും. ഈ 3 കാര്യങ്ങൾ, നിന്റെ പ്രവൃത്തി, പ്രയത്നം, സഹിഷ്ണുതയും. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, കൊള്ളില്ലാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും. അതായത് ദൈവത്തിന് ആ ഭാഗം ഇഷ്ടപ്പെട്ടു. ഓരോരുത്തർ അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞ് സ്വയം വിശേഷിപ്പിച്ച് അവരെ തന്നെ ടൈറ്റിൽ ഇട്ട് ഓരോന്ന് പറയുമ്പോൾ, അയ്യോ അപ്പോസ്തലനാണോ, എന്നാ പിന്നെ പറയുന്നതെല്ലാം മിണ്ടാതെ അങ്ങ് കേൾക്കാം എന്ന് വിചാരിക്കുന്ന ഒരു സഭയല്ലായിരുന്നു അത്. അവരത് വിട്ടുകൊടുത്തുമില്ല. അപ്പൊ ആ ഉപദേശകർ പറഞ്ഞ കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചു, അല്ലെ? എനിക്ക് തോന്നുന്നു ഒരു ഡോക്ടറിന്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എഫെസസ് വളരെ ശക്തമായ ഒരു സഭയായിരുന്നു. ഉപദേശങ്ങളിൽ വളരെ ഉറച്ചു നിൽക്കുന്ന ഒരു സഭ തന്നെയായിരുന്നു എഫെസസ്. ആ 3 ഉപദേശകർ, പൗലോസ്, തിമത്തി, യോഹന്നാൻ, എനിക്കൊന്ന് വീണ്ടും വീണ്ടും അവരുടെ ഹൃദയങ്ങൾ ആ ഉപദേശങ്ങൾ ഇടിച്ചു നിറച്ചത് കൊണ്ട്, വളരെ അടിസ്ഥാനമുള്ള ഒരു സഭ ആയതുകൊണ്ടും അവർ ഓരോ അപ്പോസ്തലനെയും ജസ്റ്റ് ഓടിപ്പോയി കാലി വീണൊന്നുമില്ല. അവർ ഓരോരുത്തരെയും പരീക്ഷിച്ചു. നമ്മുടെ ഇടയിൽ വരുന്ന, നമ്മൾക്ക് വചനം പറയുന്ന ഓരോരുത്തരെയും പരീക്ഷിച്ചേ മതിയാവൂ. അങ്ങനെ എസ്പെഷ്യലി ഇനിയുള്ള കാലഘട്ടത്തില് ആരൊക്കെ എന്നൊക്കെ പറഞ്ഞാലും അവരെ പരീക്ഷിച്ചേ മതിയാവൂ, ഇല്ലെങ്കിൽ നമ്മൾ വീണു പോകും. പക്ഷെ ഇവിടെ അതാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും. ഇന്ന് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ അപ്പോസ്തലന്മാരുള്ള സമയമാണ്. ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ അപ്പോസ്തലൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അത്രത്തോളം അപ്പോസ്റ്റൽസ് നമ്മൾ കാണും. അപ്പം ഈ അപ്പോസ്തലനായ പൗലോസും അപ്പോസ്തലനായ യോഹന്നാനും കടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് താഴോട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ അപ്പോസ്തലൻ എന്ന ടൈറ്റിൽ നമുക്കത് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന, നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ടൈറ്റിലാണ്.
അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ നമുക്ക് ആരെങ്കിലും നമ്മൾ അപ്പോസ്റ്റൽ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ദൈവം ചെയ്ത് അത് വിളിക്കരുത്. ഞാൻ പലപ്പോഴും പലരോടും ഇന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടോട് പറയായിരുന്നു, നമ്മൾ പലപ്പോഴും യേശു ക്രിസ്തുവിൻ്റെ ആ ഗാർമെന്റിൽ ഒന്ന് തൊടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ പലപ്പോഴും പൗലോസിന്റെ തുണി പോലും തൊടാൻ പറ്റും എന്നെനിക്ക് തോന്നിയിട്ടില്ല. കാരണം ദൈവത്തിന്റെ നീതിയിൽ അങ്കിയൊക്കെ വിട്. ഈ അപ്പോസ്തലൻ, അതായത് പൗലോസിനായ അപ്പോസ്തലൻ സൈഡിൽ നിൽക്കുകയാണെങ്കിൽ അപ്പോസ്തലൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാൾ ആ ഏരിയയെ പോലും കാണും എന്ന് എനിക്ക് തോന്നുന്നില്ല. അവന് അതിലൂടെ എൻട്രൻസ് കാണും എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് അങ്ങോട്ട് വായിച്ചു വരുമ്പോൾ ഈ അപ്പോസ്തലന്മാര് ദൈവത്തിന്റെ ആത്മാവിൽ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങും. ഓക്കെ, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. എല്ലാം അറിയുന്ന ഒരു ദൈവം ആ സഭയിൽ നടന്ന ഓരോ കാര്യവും ദൈവം നോട്ട് ചെയ്ത് വെച്ചു. നിനക്ക് സഹിഷ്ണുതയുള്ളതും, പലപ്പോഴും വീണ്ടും ആ സഹിഷ്ണുത തിരിച്ചു വന്നത് കണ്ടോ. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നത് സീസണലാണ്. നമ്മളത് മുന്നോട്ട് സഹിഷ്ണുതയുള്ളവരായിട്ട് നിൽക്കാറില്ല. നമ്മളത് നമുക്ക് തോന്നുമ്പോഴും അല്ലെങ്കിൽ നമുക്കൊരു മൂഡ് പോലെയാണ്. ഈ സഭയ്ക്ക് സഹിഷ്ണുതയുള്ള ഒരു സഭയായിരുന്നു. എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും, ഈ സഹിച്ചത് ചിലരെയല്ല പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ നീ സഹിച്ചത് അത് എല്ലാം ദൈവം ഉറ്റുനോക്കിക്കൊണ്ട് തന്നെ ഇരുന്നു. നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ കണ്ടു. നമ്മൾ പലപ്പോഴും ദൈവവേല ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ തളർന്നു പോകാറുണ്ട് അല്ലേ. നമ്മൾ എന്നിട്ട് വിചാരിക്കുക ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, ഞാൻ എന്തിനു ചെയ്യുന്നു, ആർക്ക് വേണ്ടി ചെയ്യുന്നു? അതിന്റെ ഉത്തരം ഇവിടെയാണ്. നിങ്ങൾ ചെയ്യുന്നത് ഒരു വ്യക്തികൾക്കല്ല, ഒരു സഭയ്ക്ക് പോലുമല്ല. നിങ്ങൾ ചെയ്യുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ട്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിവാർഡ് അത് സ്വർഗത്തിലാണ്. ഭൂമിയിൽ വെച്ച് അനേകരുടെ കൈയിടി കിട്ടത്തില്ലായിരിക്കും. ആരെങ്കിലും വന്ന് നിങ്ങളുടെ പുറകിലൊന്ന് തട്ടി ഗുഡ് ജോബ് എന്നൊന്നും പറയത്തില്ലായിരിക്കും. പക്ഷെ ഇതെല്ലാം ഉറ്റുനോക്കിക്കൊണ്ട്, എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അത് എഴുതി വെച്ചിരിക്കുന്ന ഒരു വിശ്വസ്തനായ ദൈവം. നിങ്ങൾ കണ്ണീരോടെ പല കാര്യങ്ങളും ആരും അറിയാതെ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും, ആരും അറിയാതെ ദൈവത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അതെല്ലാം കാണുന്ന ദൈവം. ഒരു നാൾ നമ്മളും ഇതേപോലെ ദൈവസന്നിധി നിൽക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഇതേ കാര്യങ്ങളിൽ തന്നെയായിരിക്കും നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത്. ആ ലിസ്റ്റ് അങ്ങോട്ട് എടുക്കും. ഇതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഭാഗ്യവാന്മാർ. നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. ഇതുവരെ വളരെ നന്നായിട്ട് തന്നെ എഫെസസ്, അതായത് ഒരു പെർഫെക്റ്റ് ചർച്ച് ആയിട്ട് തന്നെ കരുതാം ഇതുവരെ. പക്ഷേ 4ാമത്തെ വേഴ്സിൽ പെട്ടെന്നൊരു ട്വിസ്റ്റ് ഉണ്ട്. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. എഫെസസിലെ ഓരോ വിശ്വാസികളും ഒന്ന് ശ്വാസമടക്കി നിന്ന് കാണും. എങ്കിലും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും ഒന്ന് ഹൃദയമെടുപ്പ് ഒന്ന് നിന്ന് കാണും. ഇത്രയും കഷ്ടതയിലും ഇത്രയും സഹിഷ്ണുതയുള്ള സഭയ്ക്ക് ദൈവം പറയുന്നത്, നീ ഒരു കാര്യം, നിന്റെ ആദ്യ സ്നേഹം. ഈ ആദ്യ സ്നേഹം എന്ന് പറയുന്ന ആ വാക്ക് ഉപയോഗിക്കുന്നത് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഒരു വികാരമാണ്. അതേ ടെർമിനോളജിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ദൈവം പറയുന്നു, അതായത് നമുക്ക് നിങ്ങൾ പലരും കല്യാണം കഴിച്ചവരാണ്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കല്യാണം കഴിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ ആദ്യത്തെ റൊമാൻസ് വളരെ നല്ലതാണ്. ഹണിമൂൺ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ആവേശം നമുക്ക് എല്ലാവർക്കും കാണാം. ഹണിമൂണിന് പോകുമ്പോൾ ഉള്ള വധുവും വരന്റെ മുഖവും അതൊക്കെ വളരെ സന്തോഷത്തോടെ പോകുന്നു, പല പല സ്ഥലങ്ങളിൽ പോകുന്നു, ഫോട്ടോ എടുക്കുന്നു. പക്ഷെ ഒരു 3-4 വർഷം കഴിയുമ്പോൾ എവിടെയെങ്കിലും പോകാന്ന് പറയുമ്പോൾ ഹസ്ബൻഡിന്റെ മോന്ത നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഭാര്യയുടെ മുഖം നോക്കിയാൽ മതി. ആ സ്നേഹം എന്തൊക്കെയോ എവിടേക്കോ ഒലിച്ചു പോയതുപോലെ, പലപ്പോഴും ആദ്യ സ്നേഹം വിട്ടുപോകുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട് അല്ലെ. അതിനായിട്ട് പ്രയത്നിച്ചേ മതിയാവും. സ്നേഹം എന്ന് പറയുന്നത് പെട്ടെന്ന് വിരിഞ്ഞു വരുന്ന ഒരു സാധനമൊന്നുമില്ല. അതിന് പിന്നിൽ വളരെയേറെ പ്രയത്നമുണ്ട്. ഇവിടെയും പ്രയത്നമുണ്ട്. പല കാര്യങ്ങളും പലപ്പോഴും എഫെസസ് രാജാവിന്റെ കാര്യത്തിന് വേണ്ടി വളരെയേറെ ഓട്ടമായെങ്കിൽ രാജാവിന്റെ കൂടെ ഇരിക്കാൻ മറന്നുപോയി. അതായത് രാജാവിന്റെ കാര്യങ്ങൾ വളരെ വളരെ ബിസി ആയിരുന്നു. പക്ഷെ രാജാവിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ, രാജാവിനോട് സംസാരിക്കുവാൻ, രാജാവിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ മറന്നുപോയി. നമ്മൾ പലപ്പോഴും പല മിനിസ്ട്രിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒത്തിരി ആക്ടിവിറ്റി ഉണ്ട്. ബൈബിൾ സ്റ്റഡി, പ്രയർ ടു പ്രയർ. പക്ഷെ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു ഭാവം, അത് ഒരുപക്ഷെ പാസ്റ്റർമാർക്കും വരുന്ന ഒരു പ്രോബ്ലമാണ്. ഒത്തിരി ആക്ടിവിറ്റീസ് നമ്മൾ ഒരു മീറ്റിംഗ് ടു മീറ്റിംഗ് വരുമ്പോൾ ദൈവം എന്താണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന് പലപ്പോഴും അന്വേഷിക്കാൻ നമ്മൾ മറന്നുപോകും. കാരണം സമയം കിട്ടും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്തോ, നമ്മൾ മിനിസ്ട്രിയുടെ കാര്യത്തിന് വേണ്ടി ഓടുവല്ലേ, ദൈവത്തിന് മനസ്സിലാവില്ലേ. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്.
ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബില്ലി ഗ്രഹാമിന്റെ ആ ബുക്കിൽ വളരെ മനോഹരമായ ബില്ലി ഗ്രഹാം എഴുതിയിട്ടുണ്ട്, ഇനി ഒരിക്കൽ കൂടെ ദൈവം ഒരു ചാൻസ് കൂടെ തരുവാണെങ്കിൽ എന്തായിരിക്കും വ്യത്യസ്തമായി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ബില്ലി ഗ്രഹാം പറഞ്ഞത്, ഒരിക്കൽ കൂടെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രസംഗങ്ങൾ കുറച്ചിട്ട് ഞാൻ ദൈവവചനവുമായിട്ടും ദൈവവുമായിട്ട് കൂടുതൽ നേരം ഇരിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഏകദേശം 250 മില്യൺ ആൾക്കാരോട് സുവിശേഷം പറഞ്ഞ ഒരു വ്യക്തിയാണ് ബില്ലി ഗ്രഹാം. ബില്ലി ഗ്രഹാം പറഞ്ഞ വാക്കുകൾ ബില്ലി ഗ്രഹാം അവസാനം മനസ്സിലായി, ഈ നമ്പേഴ്സിലല്ല കാര്യം, ഈ ക്രിസ്തുവിനെ കൂടുതൽ അറിയുന്നതിലാണ് കാര്യം. പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ ബിസി ആയിട്ട് നടക്കുമ്പോൾ ദൈവം എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കാറ് പോലില്ല. നമ്മളത് ഫോർ ഗ്രാൻഡഡ് ആണ്. അതായത് ദൈവത്തിന്റെ പ്രവർത്തനമല്ലേ, നമ്മളത് തുറന്ന് വീണ്ടും കൂടി തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ദൈവം തന്നെ അത് ചെയ്യാൻ പറഞ്ഞോ നിർത്താൻ പറഞ്ഞോ അത് നമ്മൾ ചോദിക്കുന്നേ ഇല്ല. ഇവിടെ എഫെസസിൽ എനിക്ക് ഒരു പക്ഷേ അത് തന്നെയായിരിക്കും സംഭവിച്ചത്. വളരെ ദൈവത്തിന്റെ കാര്യത്തിൽ വളരെ ശുഷ്കാന്തിയുള്ളവരായിരുന്നു, പക്ഷെ രാജാവിന്റെ കൂടെ ഇരിക്കുവാൻ അവർക്ക് സമയം കിട്ടിയില്ല. ദൈവത്തിന്റെ ജനമേ, നിങ്ങൾ ചിലപ്പോൾ വളരെയേറെ പ്രവർത്തനം നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ ദിനംതോറും ദൈവവചനവുമായിട്ടും ദൈവവുമായിട്ട് ഇരിക്കാൻ മറക്കരുത്. ആ യേശുക്രിസ്തുവായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അത് മറന്നു പോകരുത്. പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ദൈവം പറയും, നിന്റെ ഓട്ടം ഒന്ന് കുറച്ചിട്ട് ഞാൻ പറയുന്നിടത്ത് നീ ഇരിക്കുക. നമ്മൾ പലപ്പോഴും രാത്രി മൊത്തം വല ഇട്ടിട്ട് ഒന്നും കിട്ടാറില്ല. നമ്മൾ വീണ്ടും ദൈവത്തിന് വേണ്ടി വല ഇട്ടുകൊണ്ടേ ഇരിക്കുക. പക്ഷെ ദൈവം പറഞ്ഞു, എടാ നിന്നോട് ഞാൻ രാത്രി മൊത്തം വലയിടാൻ പറഞ്ഞു, ഒന്ന് വലത്തോട്ടിട്. ദൈവം പറയുന്നു, നിൽക്കുന്നു, വലത്തോട്ടിടുന്നു, അതിൽ മീൻ കൊണ്ട് നിറയ്ക്കുന്നു. പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല, നമ്മളങ്ങ് ബിസിയാ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവവചനവുമായിട്ട് ഇരിക്കുവാനും ദൈവവുമായിട്ട് കൂടുതൽ അടുക്കുവാൻ. അത് ഏത് മിനിസ്റ്റർ ആയാലും വിശ്വാസികളായാലും അല്ലെങ്കിലും, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലീഡർ ആയാലും പാസ്റ്റർ ആയാലും സാധാരണ വിശ്വാസിയാണെങ്കിലും ഇത് തന്നെ മാനദണ്ഡം. രാജാവിന്റെ കാര്യങ്ങളിൽ നമ്മൾ വളരെയേറെ ബിസി ആകുമ്പോൾ രാജാവിനെ മറന്നു പോകരുതേ. ഓക്കെ, നീ എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരം പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. വളരെ സീരിയസ് ആയി. ഇപ്പൊ വെറുതെ പറഞ്ഞു പോകുകയല്ല, നീ എവിടെ വീണു എന്ന് ആദ്യം ഓർക്കുക. അതായത് അതിനെക്കുറിച്ച് ചിന്തിക്കുക. നീ തന്നെ ഒരു അസസ്മെന്റ് എടുക്കുക. ആ അസസ്മെന്റ് എടുത്തിട്ട് നീ തന്നെ അതിന് മാറ്റം വരിക. ഇവിടെ മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇംഗ്ലീഷിൽ റിപ്പന്റ് എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് വികാരഭരിതമായി നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ്. അല്ല, ഇവിടെ പറയുന്നത് ഒരു ചേഞ്ച് ഓഫ് മൈൻഡ് ആണ്. അതായത് തൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി, എവിടെയാണ് വീണുപോയത് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് ആ വ്യത്യസ്തമായ ഒരു ചിന്താഗതിയിൽ വ്യത്യസ്തമായ പ്രവൃത്തിയിലേക്ക് പോകുവാൻ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഈ റിപ്പന്റ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ വീണുപോയ ഭാഗം ഓർത്ത് വിഷമിച്ച് ഗിൽറ്റ് വന്ന് നമ്മളെ നശിപ്പിച്ച് കളയുന്നത് പിശാചാണ്. ദൈവത്തിന്റെ ആത്മാവ് വളരെ സിമ്പിളാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇവിടെ നീ വീണു, ഇന്ന കാര്യം നീ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ മാറ്റം വരുത്തണം, ഗോ ഹെഡ്. അതാണ് പരിശുദ്ധാത്മാവ്. വളരെ സിമ്പിൾ. നിങ്ങളെ ഗിൽറ്റ് അടിപ്പിച്ച് കരയിപ്പിച്ച് അടുത്ത 5 വർഷത്തേക്ക് യാതൊരു ഫലമില്ലാത്ത മരമാക്കുക അല്ല ദൈവത്തിന്റെ ആത്മാവിന്റെ ഉദ്ദേശം. ദൈവത്തിന്റെ ആത്മാവ് വളരെ ക്വിക്കാണ്. പെട്ടെന്ന് നീ ഇവിടെയാണ് വീണത് എന്ന് കണ്ടുപിടിക്കുക. നീ തന്നെ ഇന്ന് ശോധന ചെയ്യുക. ശോധന ചെയ്ത് 1, 2, 3 നീ ചെയ്യുക. അതിൽ നിന്ന് ഇറങ്ങി വരിക. നിന്റെ ചിന്താഗതി മാറുക, നിന്റെ ചിന്തകൾ മാറുക, നിന്റെ പ്രവൃത്തികൾ മാറുക. അതാണ് ദൈവം അനുസരണയായിട്ട് കൂട്ടുന്നത്. അതാണ് ദൈവം മാനസാന്തരമായിട്ട് കൂട്ടുന്നത്. അല്ലാതെ അയ്യോ പറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് 1 മാസം 2 മാസം 1 വർഷം നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര വികാരം കൊണ്ട് ദൈവത്തെ വീഴ്ത്താം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. ദൈവം വളരെ സ്പെസിഫിക് ആണ്. നമുക്ക് ഒന്നും കൂടെ നമ്മൾ ഇതിലേക്ക് വരും. അതുകൊണ്ട് അവിടെ സമയം ഞാൻ ചെലവഴിക്കും, നമുക്ക് വീണ്ടും വരാം. അപ്പം ഏതിൽ നിന്ന് നീ വീണിരിക്കുന്നു എന്ന് ഓർക്കുക. അത് വളരെ റീസൺ ഔട്ട് ചെയ്യേണ്ട ഒരു ഭാഗമാണ് അല്ലെ. ഓക്കെ, എങ്കിലും നിക്കൊലാവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. വീണ്ടും ഒരു നന്മ പറയുന്നുണ്ട്. ഈ നിക്കൊലേഷ്യൻസ് എന്ന് പറയുന്നത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കൂട്ടരാണ്. കാരണം ഇവരെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഇല്ല. എന്നാൽ പലരും പറയുന്ന ഈ നിക്കോലേഷ്യൻസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ജനങ്ങളെ കീഴടക്കുക എന്നുള്ളതാണ്. ജനങ്ങളെ കീഴടക്കുന്നവരായിരുന്നു. അവരെങ്ങനെ കീഴടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സഭയുടെ ജനത്തിന്റെ മേൽ ഒരു ആധിപത്യം സ്ഥാപിച്ചിട്ട് അവര് ജനത്തിലുള്ള ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ കവർന്നെടുക്കണം.
അവർക്ക് ഈ ഓരോ വ്യക്തിക്കും യേശു ക്രിസ്തുവിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് നേരിട്ട് വന്ന് ആരാധിക്കുവാനും നേരിട്ട് അറിയുവാനുമുള്ള ഒരു ഫ്രീഡം ഉണ്ട്, അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് മാറ്റി അവരുടെ അഭിപ്രായങ്ങൾ അപ്പോസ്തലിക അധികാരമോ ഉണ്ടെന്ന് അവർ അവകാശപ്പെട്ടിട്ട് അവർ കൂടെ മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ, അല്ലെങ്കിൽ അവരാണ് നിശ്ചയിക്കുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നുള്ള ഒരു ഭാഗത്തിലേക്ക് വന്നു. ഒരുപക്ഷെ ഈ സഭയിൽ പിന്നീട് കണ്ട അതായത് നമുക്ക് ദൈവത്തോട് ഇനി പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ നടുക്ക് നിൽക്കണം എന്നുള്ള ചിന്ത പോലും കൊണ്ടുവന്നത് ഇവരാണെന്നാണ് ഒരു പക്ഷെ പറയുന്നത്. കാരണം ദൈവം അത് തുറന്നു കൊടുത്തു, ഒരു സ്വാതന്ത്ര്യം കൊടുത്തു. ഏത് മനുഷ്യനും ദൈവത്തിലേക്ക് വരുവാനും വളരുവാനും അവനുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുവാനും ദൈവം തുറന്നു കൊടുത്തപ്പോൾ ഇവര് അപ്പോസ്തലന്മാരാണെന്ന് സ്വയം വിശേഷിപ്പിച്ച് അവരിൽ കൂടെ ഇനി മാത്രമേ ദൈവത്തുമായിട്ട് അടുക്കുവാൻ കഴിയുകയുള്ളൂ എന്നൊരു രീതി അവർ കൊണ്ടുവന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തുവാ? ഈ വചനം നിങ്ങൾ പഠിക്കുന്ന ഓരോ വചനം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ എന്ത് തന്നെ പറഞ്ഞാലും നിങ്ങൾ വീണ്ടും പോയി ആ ബൈബിൾ സ്റ്റഡി ചെയ്യാം. നിങ്ങളുടെ സ്റ്റഡി ചെയ്ത് നിങ്ങൾ ദൈവവുമായിട്ട് അടുത്തേ മതിയാവൂ. ഈ ബൈബിൾ സ്റ്റഡി എല്ലാം അതിലേക്കാണ് പുഷ് ചെയ്യുന്നത്, ഒരു വ്യക്തിയിലേക്കല്ല, വേറെ വ്യക്തികളിലോ അപ്പോസ്തലന്മാരിലേക്കും അല്ല. നിങ്ങൾ ചെന്ന് ചേരേണ്ടത് ഈ പരിജ്ഞാനത്തിന്റെ ഉറവ എന്ന് പറയുന്ന ദൈവത്തിന്റെ ആത്മാവിലേക്കാണ്. അല്ലെങ്കിൽ ഈ നിക്കോളേഷ്യൻസ് പോലെ ആൾക്കാർ ഇന്നും സഭകളിൽ നിന്ന് കയറി വന്നിട്ട് അവർ വലിയ വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാകും. കാരണം ദൈവത്തിന്റെ ജനത്തിന് വചനത്തിന്റെ അടിസ്ഥാനമില്ലാതെ ഇവർ പറയുന്നതെല്ലാം അതേപോലെ വിഴുങ്ങും. അവർ പലപ്പോഴും ചോദ്യം ചെയ്യാൻ പോലും അവർ അനുവദിക്കില്ല. എങ്ങനെ നമ്മളെ ചോദ്യം ചെയ്യുന്നു? നിങ്ങൾ നമ്മൾ പറയുന്നത് അനുസരിച്ചാൽ മതി, നിങ്ങൾ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ സഭയിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് പോകും. ആരും അവർക്ക് പറഞ്ഞു കൊടുക്കുവാനോ വചനത്തിൽ നിർത്താനോ അവർ ആഗ്രഹിക്കുന്നില്ല. അവരാണ് വചനത്തിന്റെ അവസാനത്തെ വാക്ക്. അങ്ങനെയല്ല ദൈവത്തിന്റെ ആത്മാവ്. നമുക്ക് ഇന്ന് യേശു ക്രിസ്തുവിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവിനെ അറിയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് പഠിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തെ നമുക്ക് വി ക്യാൻ ഗെറ്റ് ക്ലോസ് ടു ഗോഡ്, വി ഡോണ്ട് നീഡ് എനി മാൻ. ഓക്കെ, അപ്പൊ ഈ വചനം, ഈ ബൈബിൾ സ്റ്റഡി എല്ലാം അതിനു വേണ്ടിയുള്ളതാണ്. ഓക്കെ, അപ്പം തങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു അപ്പോസ്തലിക, അതായത് അപ്പോസ്തലന്മാർ പറയുന്നത് പോലെ തന്നെ ആണ് എന്ന് അവർ വരുത്തി തീർത്തു. പക്ഷെ അവരെയും ഈ എഫെസോസുകാര് അവരെയും ശരിക്കും ഒരു നിലയ്ക്ക് നിർത്തി. അങ്ങനെ ഒരു ഗുണം ദൈവത്തിന് പലപ്പോഴും നമ്മൾ വിചാരിക്കാം നമ്മളായിട്ട് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ, നമ്മളായിട്ട് ഇടപെടേണ്ട. ദൈവം പറയുന്ന ഇടപെട്ടേ മതിയാവൂ, ചോദ്യങ്ങൾ ചോദിച്ചേ മതിയാവൂ, ഉത്തരങ്ങൾ നൽകിയേ പറ്റൂ. ഉത്തരങ്ങൾ നൽകാൻ പറ്റത്തില്ലെങ്കിൽ പ്രിയ സഹോദര സഹോദരി, പ്ലീസ് ലീവ് ദ ചർച്ച്. നിങ്ങൾ പഠിപ്പിക്കുന്ന ദൈവവചനത്തിൽ കാണിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ സിദ്ധാന്തങ്ങൾ നിങ്ങൾ സ്വയം കൊണ്ടുവന്ന് പറയുകയാണെങ്കിൽ, അത് ദൈവത്തിന്റെ ജനത്തിന്മേൽ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ട്. നിക്കോളേഷ്യൻസിനെ പോലെ നമ്മളും അവരെ എതിർത്തേ മതിയാവും. എവിടെയാണ് ഇതിന്റെ അടിസ്ഥാനം? ദൈവവചനത്തിൽ ഉള്ള അടിസ്ഥാനം കാണിച്ചു തരൂ എന്ന് നമ്മൾ ചോദിച്ചാൽ മതി. എഫെസോസുകാർ അത് വളരെ നന്നായി ചെയ്യുന്നു. അതുകൊണ്ട് ആ നന്മ എടുത്ത് പറയുന്നുണ്ട്. കാരണം ദൈവം പറയുന്നത് അത് ഞാനും പകയ്ക്കുന്നു, അവരുടെ പ്രവൃത്തികളെ, നിക്കോളിയൻസിന്റെ പ്രവൃത്തികളെ ദൈവം പകയ്ക്കുന്നു. അവരെ പകയ്ക്കുന്നതല്ല, അവരുടെ പ്രവൃത്തികളെ പകയ്ക്കുന്നു. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ പ്രവൃത്തികളാണ് പ്രശ്നം. അതുകൊണ്ടാണ് നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു എന്ന് പറയുന്നത്. അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിൽ ഉള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാനും കൊടുക്കും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലെ? അതായത് ഈ ഉൽപ്പത്തിയിൽ കണ്ട ആ സ്റ്റോറി എവിടെ തുടങ്ങി? കഥ തുടങ്ങിയത് ഈ ജീവവൃക്ഷത്തിന്റെ ഫലം കഴിച്ചു, അല്ലെങ്കിൽ കഴിക്കാൻ അതിന് മുമ്പുള്ള ഒരു വൃക്ഷത്തിന്റെ ഫലം കഴിച്ചുകൊണ്ടാണ് ആ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. ദൈവം പറയുന്നത് ഇനി ഇവര് ജീവവൃക്ഷത്തിന്റെ ഫലം ഈ ആദമും അവയും കൂടെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അവരെന്നേക്കും ജീവിക്കും. അവരെന്നേക്കും ജീവിക്കുന്നതിനല്ല ദൈവത്തിന്റെ പ്രശ്നം, പാപം പരിഹരിക്കാൻ പറ്റാതെ വരും. പാപവും എന്നേക്കുമായി നിലനിൽക്കും. ദൈവം സൃഷ്ടിച്ച ആ മനോഹരമായ ലോകത്തെ പാപം തകർത്ത് കളയും. അതാണ് ഇന്ന് പ്രശ്നം. ആ പാപത്തെ പരിഹരിക്കാതെ ഇവർക്ക് ജീവത്തിന്റെ വൃക്ഷത്തിന്റെ ഫലം കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടെ അതിന്റെ ഒരു നല്ലൊരു എൻഡിങ് വരുവാണ്, ഒരു കൺക്ലൂഷൻ വരുവാണ്. ഈ വെളിപാടിൽ വീണ്ടും ആ വൃക്ഷം തിരിച്ചു വരുന്നു. ഈ പ്രാവശ്യം പറയുന്നത് ഞാൻ ഈ ജയിക്കുന്നവന് ഞാൻ ഇത് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ദിസ് ഈസ് ഓപ്പൺ ടു ഓൾ. ഇത് എഫെസസിലുള്ള ഓരോ വിശ്വാസിക്കും, നീ കേൾക്കുന്ന ചെവിയുള്ള ഓരോരുത്തർക്കും, ഈ ലോകത്തിലെ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ഈ ജയിക്കുന്നവൻ അല്ലാതെ വിശ്വസിക്കുന്നവനല്ല, അത് വേറെ. ഇത് ജയിക്കുന്നവന് കൊടുക്കുന്ന ഒരു പ്രതിഫലമാണ് ജീവവൃക്ഷത്തിന്റെ ഫലം. ജീവവൃക്ഷത്തിന്റെ ഫലം കഴിക്കുന്നവൻ എന്നേക്കും ജീവിച്ചുകൊണ്ടേയിരിക്കും, അവനിൽ മരണമില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇനി വീണ്ടും നമുക്ക് ആ 7 ഡിസൈനിലേക്ക് വരാം.
അപ്പൊ ഈ ആദ്യം വന്ന ടൈറ്റില് നമുക്കറിയാം അല്ലെ, ഏത് സഭയ്ക്ക് എഴുതിയത്? എഫെസോസ് എന്നുള്ള സഭയ്ക്കാന്ന് നമുക്കറിയാം. ടൈറ്റിൽ ഏതുവാ? യേശു ക്രിസ്തുവിന്റെ ടൈറ്റിൽ ഏതാ? 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ. അതായിരുന്നു ഇവിടെ ദൈവം ചൂസ് ചെയ്ത ടൈറ്റിൽ. അതായത് ദൈവം പറയാണ്, ഞാൻ നിന്നെ വളരെയേറെ സൂക്ഷ്മത നോക്കുന്നുണ്ട്, നീ മര്യാദയ്ക്ക് നിന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ നിന്റെ സ്ഥാനം ഞാൻ എടുത്ത് മാറ്റും. എഫെസോസ് എന്ന സിറ്റി ഇന്ന് അതിന്റെ പ്രാധാന്യം എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് തുർക്കിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അത് അവിടെ ഇങ്ങനത്തെ കുറച്ച് റൂയിൻസ് അല്ലെങ്കിൽ കുറച്ച് എക്സ്കവേഷൻസ് ഉണ്ടെന്നല്ലാതെ ആ സിറ്റിക്ക് യാതൊരു പ്രാധാന്യം, അതായത് ഏഷ്യയിലെ രാജ്ഞി എന്ന് പറയുന്ന ആ സിറ്റി ഇന്ന് വലിയ പ്രാധാന്യമില്ലാതെ നിൽക്കുകയാണ്. ആ സഭ, ആ അന്ന് കണ്ട ആ സഭയും ഇന്ന് ഇല്ല. അപ്പൊ ആ നിലവിളക്കിന്റെ കാര്യം, നമ്മൾ ഓരോ സഭയും നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുവാൻ സാധിക്കും. പക്ഷെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ദൈവം പറയുന്ന കാര്യങ്ങളിൽ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പൊസിഷൻസ് നഷ്ടപ്പെടും. അതിൽ വളരെയേറെ വിഷമത്തോടെ നമുക്ക് അത് കാണേണ്ടി വരും. അപ്പൊ ദൈവം അഭിനന്ദനം പറയുന്ന ഒരു കാര്യം. ഇപ്പൊ അടുത്ത എന്താണ്? കമന്റേഷൻ. 3 കാര്യങ്ങൾ അല്ലെ? പ്രവൃത്തി, പ്രയത്നം, സഹിഷ്ണുത. അപ്പൊ ഈ 3 കാര്യങ്ങളും, പിന്നെ നിക്കോലിയറിന്റെ നടപ്പ് അവരെതിർത്തു, അപ്പോസ്തലന്മാർ അല്ലാത്തവരെയും അവരെതിർത്തു. ഇത് 3ഉം ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമായിട്ട് തന്നെ അവർക്ക് അഭിനന്ദനം കൊടുക്കുന്നുണ്ട്. കൺസേൺ നമ്മൾ നോക്കി, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു അല്ലെ? പിന്നെ അവർക്ക് കൊടുക്കുന്ന എക്സോർട്ടേഷൻ, അനുശാസനം എന്ന് പറഞ്ഞാൽ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെടണം. അതായത് ഇതിൽ നമുക്കൊരു ഭാഗമുണ്ട്. പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പോയി, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ദൈവത്തിന്റെ എവിടെയാണ് വീണ് പോയത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും, കൃപ കാണണമേ, നമുക്ക് നമ്മളോട് കരുണ കാണിക്കണമേ. കരുണയും കൃപയും ലഭിക്കണമെങ്കിൽ ഇവിടെ ലഭിക്കണമെങ്കിൽ കൃപ തരണമേ, കരുണ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ലഭിക്കും എന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത്, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, പ്രയാസഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ ദൈവവചനവുമായിട്ട് ഇരുന്നിട്ട് ഒന്ന് അസസ് ചെയ്യണം, ഞാൻ എവിടെയെങ്കിലും വീണു പോയിട്ടുണ്ടോ? സഭയിലെ മൂപ്പന്മാരാണെങ്കിൽ, നിങ്ങൾ സഭയിലെ ലീഡേഴ്സ് ആണെങ്കിൽ, സഭയുടെ ഒരു ചെക്ക് ചെയ്യേണ്ട ഒരു ഭാഗം കൂടിയാണ്. നമുക്ക് എവിടെയെങ്കിലും ഒരു വീഴ്ച വരുന്നുണ്ടോ, നമുക്ക് എവിടെയെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം എവിടെ വീണു എന്ന് അറിഞ്ഞാലേ നമുക്ക് അത് തിരുത്തുവാൻ പറ്റത്തുള്ളൂ. തിരുത്തിയാലേ അത് മാനസാന്തരമാകത്തുള്ളൂ. ഞാൻ പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളോട് സോറി പറയുമ്പോൾ ആ സോറി എന്ന് അവർ ഉടനെ പറയും. പക്ഷെ എന്തിനാ സോറി പറയുന്നതെന്ന് അവർ പലപ്പോഴും മനസ്സിലാകാതെ, കാരണം അവർക്ക് ചിലപ്പോൾ അടി പേടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയായിരിക്കാം, അവർ ചിലപ്പോൾ പെട്ടെന്ന് സോറി പറയും. അതിലല്ല കാര്യം ഇരിക്കുന്നത്. ദൈവത്തിന് വേണ്ടത് നമ്മൾ സോറി 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 എന്ന് 1000 വട്ടം എഴുതി വെക്കുക. നമ്മൾ വിചാരിക്കും ബൈബിളിൽ ഒരു 1000 വട്ടം സോറി എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ദൈവം 1000 വട്ടം നമുക്ക് ടിക്കിടും. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ബൈബിളിൽ എഴുതി 1000 വട്ടം എഴുതിയാൽ, നമ്മുടെ പ്രാർത്ഥന ബൈബിൾ ഇങ്ങനെ ബുക്കിൽ എഴുതിയാൽ, ദൈവം വന്ന് ഒരു ഇമ്പോസിഷൻ ടീച്ചറിനെ പോലെ നോക്കിയിട്ട് 1001 വട്ടം അവൾ പ്രാർത്ഥന എഴുതി. അതല്ല ഇവിടെ പറയുന്നത്. ഇത് ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് ശോധന ചെയ്യാനാണ് പറയുന്നത്. റീസൺ ഇറ്റ് ഔട്ട്. അതിനാണ് ദൈവവചനം വളരെ ആവശ്യമുള്ളത്. ദൈവവചനത്തിൽ വസിക്കുമ്പോഴേ ദൈവവചനം എന്ന കണ്ണാടി കൂടെ, ആ കണ്ണാടി എടുത്ത് കണ്ണിൽ വെച്ചിട്ട് വേണം ഇത് നോക്കാൻ. അബ്ബാ എവിടെയൊക്കെ ഞാൻ വീണു, അത് ദൈവവചനമായിട്ട് ദൈവത്തിന്റെ ആത്മാവായിട്ട് ഇരുന്ന് ചോദിക്കണം. എവിടെ വീണു എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾ ജയിച്ചു. കാരണം എന്തുവാ? നിങ്ങൾക്ക് അതിൽ നിന്ന് മാറി മാനസാന്തരപ്പെടാം. അത്രേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. മാനസാന്തരപ്പെട്ടാൽ നിങ്ങൾ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പൊ നമ്മൾ മാനസാന്തരപ്പെട്ടിട്ട് ഐ ആം സോറി പറഞ്ഞിട്ട് വീണ്ടും അത് ചെയ്തുകൊണ്ടിരുന്നാൽ അത് മാനസാന്തരമായിട്ട് കണക്കാക്കുന്നേ ഇല്ല. അപ്പൊ ചേഞ്ച് ഓഫ് മൈൻഡ്. ഞാൻ ഇന്നലെ വരെ ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഇത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ചിന്തകളെ മാറ്റി എൻ്റെ പ്രവൃത്തികൾ അത് ഉടനെ കാണിക്കും. പ്രവൃത്തിയിലേക്ക് അത് വരുന്നില്ലെങ്കിൽ അത് മാനസാന്തരമല്ല. പ്രവൃത്തിയിലേക്ക് വരുന്നുവെങ്കിൽ യു ആർ സേഫ്. അതാണ് ദൈവത്തിന് അതാ പറയുന്നത്. അപ്പം 3 കാര്യങ്ങൾ പറയുന്നു. റിമെമ്പർ, റിപ്പന്റ്, ഡു ദ ഫസ്റ്റ് വർക്ക്സ്. ഓർത്തുകൊള്ളുക, മാനസാന്തരപ്പെടുക, ആദ്യ പ്രവൃത്തി ചെയ്യുക. ഇത് തന്നെയാണ് നമുക്കുള്ള പാറ്റേൺ. എവിടെ വീണു എന്ന് നോക്കുക, എന്ന് എക്സാമിൻ ചെയ്യുക, അതിനുശേഷം മാനസാന്തരപ്പെടുക. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് മൈൻഡ്. ഇനി മുതൽ ഞാൻ അത് ചെയ്യുന്നില്ല, ഇന്ന് മുതൽ ഞാൻ അത് ചെയ്യത്തില്ല, യെസ് ഇനി മുതൽ ഞാൻ ഇന്ന പ്രവൃത്തികൾ. അപ്പൊ ദൈവം പറയും, നീ ആദ്യം ചെയ്തത് കറക്റ്റ് ആയിരുന്നു, അത് ചെയ്തു തുടങ്ങാം. അപ്പൊ നമുക്കും ആദ്യ പ്രവൃത്തികളിലേക്ക് നമ്മൾ ക്രിസ്തുവിലേക്ക് വന്നപ്പോഴും നമുക്ക് വളരെ ആവേശം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ബൈബിൾ, ചിലപ്പോൾ പലപ്പോഴും ദൈവവചനമായിട്ട് ഇരുന്ന് വരുമ്പോൾ നമ്മൾ ആ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടി, സൗഭാഗ്യങ്ങളൊക്കെ കിട്ടി, നമ്മൾ വീണ്ടും ആ പ്രാർത്ഥന വിട്ടുകളയും.
ദൈവവചനമായിട്ട് ഇരിക്കുന്ന സമയം വിട്ടുകളയും, ദൈവത്തിനോട് ആലോചന ചോദിക്കുന്നത് വിട്ടുകളയും. കാരണം എന്താ, ഇപ്പൊ നമ്മുടെ ചിലപ്പോൾ ഒരു പക്ഷെ ധനം ഉണ്ടായിരിക്കാം, നമ്മുടെ കുറച്ച് പവർ, അതോറിറ്റി, അതെല്ലാം നമുക്ക് ഉണ്ടായിരിക്കാം. ദൈവത്തോട് ചോദിക്കേണ്ട ആവശ്യമില്ല, എനിക്കെല്ലാം ഉണ്ടല്ലോ എന്നുള്ളൊരു ഭാവം വരും. അവിടെയാണ് ദൈവം വീണ്ടും ചോദിക്കുന്നത്, നോ 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 നോ, നീ എന്നോട് ചോദിച്ചേ മതിയാവൂ, എൻ്റെ സ്വരം കേട്ടേ മതിയാവൂ. വിശ്വാസികൾ, ദൈവവിശ്വാസിക്ക് വേറെ വഴിയില്ല. അപ്പൊ നമ്മൾ വീണ്ടും ദൈവത്തോട് ചോദിക്കുക. അപ്പൊ എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആദ്യ പ്രവൃത്തികൾ നമുക്ക് ചെയ്തു തുടങ്ങാം. പിന്നെ ജയിക്കുന്നവനുള്ള വാഗ്ദാനം എന്താണ്? ജയിക്കുന്നവന് ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഏറ്റവും അവസാനം ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇനി അപ്പോസ്തല പ്രവൃത്തി, ഈ എഫെസോസിൽ നടന്ന എന്തായിരുന്നു അവിടുത്തെ ആ ഒരു അന്തരീക്ഷം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം അതിൻ്റെ അതായത് 27 മുതൽ 31 വരെ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗലോസ് ഏകദേശം 3 വർഷം രാവും പകലില്ലാതെയാണ് ഈ എഫെസോസ് സഭയെ പൊക്കിയെടുത്തത്. വെറും 0-ൽ നിന്ന് പൗലോസ് രാവും പകലും ഇല്ലാതെ 3 വർഷം കഠിന പ്രയത്നം കൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവിൽ അത്ഭുതങ്ങൾ, അതായത് ഈ ആത്മാവിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞ ഒരു ലെവലില്ലാത്ത പ്രവർത്തനമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ അപ്പോസ്തലനായ പൗലോസിന്റെ തൂവാല എടുത്തു പോയിട്ട് പോലും ആൾക്കാർക്ക് സൗഖ്യം കിട്ടു തുടങ്ങി. അതുകൊണ്ടാണ് എഫെസസിൽ അത്രയും വലിയ വ്യത്യാസമൊന്നുമല്ല, ചുമ്മാ ഒരു പ്രസംഗം മാത്രം പ്രസംഗിച്ചതല്ല. ഈ അപ്പോസ്തലനായ പൗലോസിലും കൊണ്ട് തുണി അല്ലെങ്കിൽ തൂവാല എടുത്തോണ്ട് പോയിട്ട് ആ വീട്ടിൽ കൊണ്ട് പലരുടെ ദേഹത്ത് ഇടുമ്പോൾ അവർ സൗഖ്യം ലഭിച്ചു തുടങ്ങി. അതുകൊണ്ട് ഇതേ പ്രവൃത്തി കണ്ടിട്ട് സേവയുടെ മക്കളും അന്വേഷിക്കുക. കാരണം ഇതൊരു ട്രെൻഡായി. നമുക്ക് ട്രെൻഡിങ് കാര്യങ്ങൾ ചെയ്യുവാൻ വളരെ ഇഷ്ടമാണ്, അല്ലെ? ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ട്രെൻഡ് ചെയ്യാൻ പിന്നെ ലോകം മൊത്തം അതേ ട്രെൻഡിൽ, ഭാഷ പോലും അറിയാത്തവര് ആ ട്രെൻഡ് ചെയ്യുന്ന കാണാം. അപ്പൊ ആ ട്രെൻഡ് അവർക്ക് വളരെ ഹിറ്റായി. ആ അപ്പോസ്തലൻ പൗലോസ് വളരെ ഹിറ്റായി. അവിടെ ആ സേവയുടെ മക്കള് 7 പേര് ചെന്ന് ഈ പൗലോസ് ചെയ്യുന്ന അതേ ഡെലിവറൻസും അതേ ഭൂതങ്ങളെ പുറത്താക്കാൻ തുടങ്ങി. ഭൂതം ഇറങ്ങിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചു, യേശു ക്രിസ്തുവിനെ എനിക്കറിയാം, പൗലോസിനെ എനിക്കറിയാം, നീ ആരാടാന്ന്? അത് നീ ആരാടാ എന്ന് ചോദിച്ചത് മാത്രമേ സേവന മക്കൾക്ക് ഓർമ്മയുള്ളൂ. കാരണം എല്ലാം തുണിയില്ലാതാണ് ഇറങ്ങി ഓടിയത്, വലിച്ച് കീറി. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് എന്തായിരുന്നു അല്ലേ? ആത്മീയ ഗോളം ഒന്ന് കിടങ്ങിയ സമയം, ഒരു ദുരാത്മാവിനും പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു സമയം, പൗലോസ് ഇറങ്ങി പ്രവർത്തിച്ച ഒരു സഭ. പൗലോസ് അറിയത്ത് പോലും ഇല്ലായിരിക്കും ഒരു പക്ഷേ ആ തൂവാല എടുത്തോണ്ട് പോയത്. അതിലൊന്നും പൗലോസ് ഫ്ലെക്സ് ഇട്ട് പറഞ്ഞില്ല, ഇങ്ങനെയൊക്കെ പോസ്റ്റർ ഒന്നും ഇട്ടില്ല, ഇനി മുതൽ ഞാനാണ് അപ്പോസ്തലൻ എന്നുള്ളത്. ഈ ഡിഡ്ന്റ് കെയർ. രാവും പകലും എഫെസോസിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ലീഡേഴ്സിനെ അവരൊരു ലീഡർഷിപ്പ് കൊണ്ടുവന്നു. അതായിരുന്നു അപ്പോസ്തലനായ പൗലോസിന്റെ ആദ്യത്തെ പ്രയത്നം. ഈ ബ്രോഡ് എ ലീഡർഷിപ്പ്. അതിനൊരു കാരണമുണ്ട്, അത് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവും. രാവും പകലും പ്രവർത്തിച്ചത് ആ ദൈവത്തിന്റെ ജനത്തിനെ ആ വചനത്തിൽ അടിസ്ഥാനമായി നിർത്തുവാനും അതിൽ നിന്ന് ലീഡേഴ്സിനെ അതേ വചനത്തിൽ നിർത്തിയിട്ട് അവരിലേക്ക് ആ സഭ വിട്ടുകൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ 20 അപ്പോസ്തല പ്രവൃത്തിയിൽ 20-ാം അധ്യായം 27 മുതൽ 31 വരെ ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ച് തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പൊ ഈ ലീഡേഴ്സിനോട് അവരോട് പറയുകയാണ്, ഈ പൗലോസ് ഒരുക്കിക്കുട്ടിയ ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കിക്കുട്ടിയ ഈ ദൈവത്തിന്റെ ജനത്തിനെ പ്ലീസ് ഇനി നിങ്ങളാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത്. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. അതായത് പൗലോസ് ഇത് എഴുതി പോയിട്ട് അത് നടന്നു അല്ലേ? യേശുക്രിസ്തു അത് എഴുതുമ്പോൾ അവര് നിക്കോലേഷ്യൻസ് കയറി വന്നു. അപ്പൊ ദൈവത്തിന്റെ ജനത്തിനെ തെറ്റിക്കുന്ന അനേകം കള്ള അപ്പോസ്തലന്മാർ കയറി വന്നു. എഫെസസിലെ ആൾക്കാര് പൗലോസ് പറഞ്ഞതും യോഹന്നാൻ ഇത് തന്നെ പറയുന്നുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അവർ രണ്ടുപേരും അത് ചെവി കൊണ്ടുവന്നുള്ളത് വളരെ വളരെ ആശ്വാസം പകർന്നൊരു കാര്യമാണ്. അപ്പൊ ഞാൻ പോയ ശേഷം ഇത് പൗലോസിന് തീർച്ചയായിട്ടും അറിയാം, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്നും ഞാൻ അറിയുന്നു. ഇന്നും ദൈവത്തിന്റെ സഭ കഷ്ടതയെ കൂടെ, അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ ഡേഞ്ചറും ഇതൊക്കെ തന്നെയാണ്.
കൊടിയ ചെന്നായ്ക്കൾ വന്ന് ദൈവത്തിന്റെ ജനത്തിന് വചനമൊന്നും പറയാനല്ല അവർക്ക് ആഗ്രഹം. അവർക്ക് അനുഗ്രഹമുണ്ട്, അതുണ്ട്, ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ദൈവത്തെ ജനത്തിനെ അടിമയാക്കി വെക്കുവാനാണ് അവരുടെ ആഗ്രഹം. ഓക്കെ, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജനത്തിനെ അവരുടെ പക്കത്തെ പിടിച്ചു നിർത്തണം. ഇന്ന് നമ്മൾ കാണുന്ന സഭയിലെ പലരോ പൊളിറ്റിക്സിന്റെ പിന്നിലുള്ള കാര്യം ഇത് തന്നെ. ദൈവത്തിന്റെ ജനത്തിനെ അവരുടെ കയ്യിൽ പിടിച്ചു നിർത്തുവാൻ, ദൈവവചനത്തിൽ ഉറപ്പിക്കാനല്ല, അവരുടെ ഹോൾഡിൽ പിടിച്ചു നിർത്താനുള്ള പൊളിറ്റിക്സ് അത് അന്നേ ഉണ്ട്. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ടും ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. 3 വർഷം രാപ്പകൽ കൂടാതെ കണ്ണുനീരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവവചനം പറഞ്ഞു കൊടുത്ത അപ്പോസ്തലൻ. നമ്മൾ താഴോട്ട് വരുവാണെങ്കിൽ 20:32 മുതൽ 38, നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. എങ്ങോട്ട് പരമേൽപ്പിക്കുന്നു? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എന്റെ മകൻ ഇനി മുതൽ ഈ സഭ മുന്നോട്ട് നടത്തും. എന്റെ മക്കൾ, ഓരോ 7 സഭയിൽ പൗലോസിന് 7 മക്കൾ ഉണ്ടെങ്കിൽ 7 മക്കളെ അതിന്റെ തലയില് ബിഷപ്പുമാരാക്കി വെക്കും. ഇനി ഞാൻ റിട്ടയർ ചെയ്യുന്നു, എന്റെ മക്കൾ ടേക്ക് ഓവർ ചെയ്യുന്നു. ഇങ്ങനെയാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഒത്തിരി കമ്പാരിസൺ ചെയ്യാൻ പറ്റും ഇവിടെ. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുമോ? ഇന്നത്തെ സഭയിൽ എന്തൊക്കെ ആത്മീയ വർധന നടക്കുന്നുണ്ട്? സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിൽ അവന്റെ കൃപയുടെ വചനത്തിൽ. അപ്പൊ വചനമില്ലാതെ അവരെ ദൈവത്തിൽ അടുപ്പിക്കാൻ കഴിയില്ല എന്ന് പൗലോസ് പൂർണ്ണമായി അറിയാവുന്നത് കൊണ്ട് തന്റെ ജനത്തിനെ, ആ മൂപ്പന്മാരെ അല്ലെങ്കിൽ ആ ലീഡേഴ്സിനെ എല്ലാം ദൈവം വചനം കൊണ്ട് നിറച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഈ കൂട്ടായ്മയെ നീ മുന്നോട്ട് നയിക്കണം, നിങ്ങൾ മുന്നോട്ട് നയിക്കണം. അവരെ അതിനാണ് ഫലമേൽപ്പിക്കുന്നത്. അല്ലാതെ പൗലോസ് അതിലൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി, ഇനി ഞാൻ കൂടാതെ ഇവിടെ അപ്പം പോലും മുറിക്കരുത്, ഞാൻ അടുത്തോട്ട് വരുമ്പോഴേ അപ്പം മുറിച്ചാൽ മതി, നിങ്ങൾ ഇനി മുന്നോട്ട് നടക്കുന്ന എന്നോട് ചോദിച്ചിട്ട് ഒരടി മുന്നോട്ട് വെക്കാവുന്നുള്ളതല്ല പൗലോസിന്റെ ഉദ്ദേശം. പൗലോസ് അവരെ വചനം കൊണ്ട് നിറയ്ക്കുകയാണ്, അവർ ആ സഭയെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല, എന്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ച് എന്ന് ഞങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇതെന്താ അപ്പോസ്തലന്മാരും പഠിപ്പിക്കാത്തത്? ഒന്നുകൂടെ വായിക്കണോ? ഇല്ല, എന്തെങ്കിലും വശവശക്കാണോ അവിടെ? ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. അതായിരുന്നില്ല പുള്ളിയുടെ ഉദ്ദേശം. ആരെന്ത് കൊടുത്താലും അപ്പോസ്തലന്റെ ഉദ്ദേശം വേറെയാണ്. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല, എൻ്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു. ഈ അപ്പോസ്തലനായ പൗലോസ് ഒരു സംഭവമാണ്. പൗലോസ് പറയുകയാണ്, ഈ രാവും പകലും പ്രവർത്തിച്ച ഈ പൗലോസ് പറയുകയാണ്, എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ അവർക്ക് വേണ്ടിയുള്ളതെല്ലാം ഞാൻ അധ്വാനിച്ചു, എന്നിട്ട് എനിക്ക് പറ്റുന്നതൊക്കെ അവർക്ക് കൊടുത്തു. ഇപ്പോഴത്തെ അപ്പോസ്തലന്മാരൊക്കെ നമുക്ക് അങ്ങനെ തന്നെ കാണാമല്ലോ, അല്ലയോ? തൈത്യം കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ എഴുതി വിടും, ആൾക്കാരെ വിടും. നോക്ക് നോക്ക്. അപ്പോസ്തലനെ ധിക്കരിക്കുന്നു. അപ്പോസ്തലന്റെ വണ്ടിയുടെ ടയർ മാറാൻ സമയമായെന്ന് മനസ്സിലായില്ലേ? കാരണം ബെൻസാണ്. ബെൻസിന്റെ ടയർ മാറണമെങ്കിൽ കുറച്ച് കാശൊക്കെ പോകും. ഓക്കെ, അപ്പൊ എൻ്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ച്. ദിസ് ഇസ് അൺബിലീവബിൾ. ആരായിരുന്നു ഈ പൗലോസ്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പൗലോസ് എന്ന അപ്പോസ്തലനായ പൗലോസ്, ഞാൻ സ്വയം അപ്പോസ്തലൻ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വർഗത്തിൽ കയറിയില്ല. എനിക്ക് അങ്ങോട്ട് എൻട്രൻസ് പോലും ഉണ്ടാവാൻ തോന്നുന്നില്ല. കാരണം അപ്പോസ്തലനെ കാണാൻ പോലും ആരും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വാതിലിൽ നിൽക്കുന്ന കുറച്ച് പേര് പറയും, നിനക്ക് ഈ വാതിലല്ല വേറൊരു വാതിലുണ്ട്, നിനക്ക് അവിടെ ഒരു കോഴ്സ് നിനക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നീ സ്വയം അപ്പോസ്തലൻ എന്ന് പറഞ്ഞതല്ലേ, അപ്പോസ്തലന്മാർക്ക് സ്പെഷ്യൽ കോഴ്സ് ഉണ്ട്, നീ ആ വാതിലൊന്ന് പോയിട്ട് വാ എന്ന് പറയും. അവിടെ പിന്നെ നടക്കുന്നത് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഓർക്കുവാൻ പോലും കഴിയില്ല. പക്ഷെ നമ്മൾ സ്വയം അപ്പോസ്തലൻ, നമ്മളല്ലേ അപ്പോസ്തലൻ, റവറൻഡ്. അയ്യോ,
ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവ് യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. അവരോടും പറഞ്ഞു, നിങ്ങളും ഇതുപോലെ ചെയ്യുക. വാവ്, അവര് ഇങ്ങനെ പറഞ്ഞിട്ട് ഇനി അങ്ങോട്ടുള്ള ഭാഗം വളരെ ഇമോഷണൽ ആയിട്ടൊരു ഭാഗമാണ്. നമുക്കത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 3 വർഷത്തെ ഇവരോടായിട്ടൊക്കെ എത്ര അടുത്ത് കാണും പൗലോസ്. ഓരോ ദിവസവും ഈ ശിഷ്യന്മാരുടെയും ഈ ലീഡേഴ്സിന് കൂടെ ഇരുന്ന് അവർ ഡിസ്കസ് ചെയ്ത് ഒന്നിച്ച് പ്രവർത്തിച്ച് ഒന്നിച്ച് ആഹാരം കഴിച്ച് 3 വർഷം അങ്ങനെ ഒരുക്കിയെടുത്ത ഒരു മിനിസ്ട്രി. നിങ്ങൾ അവിടെ തന്നെ പൗലോസിന്റെ സ്ഥലത്ത് ഒന്ന് വെച്ച് നോക്കുക. നിങ്ങൾ ആ മിനിസ്ട്രി വിട്ടുകളയുമോ? നിങ്ങൾ തന്നെ രാവും പകലും ഉണ്ടാക്കിയെടുത്ത ആ മിനിസ്ട്രി എല്ലാവർക്കും കൊടുത്തിട്ട് ബൈ ബൈ എന്ന് പറയൂ. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഈ ഇമോഷണൽ സീൻ ഉണ്ടല്ലോ, നമുക്കത് സഹിക്കാൻ പറ്റാതെ വരും. കാരണം ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. ഇത് പൗലോസ് എഫെസോസിലുള്ളവരുടെ അവസാനത്തെ പ്രാർത്ഥന. ഇനിയൊരു അവസരം കിട്ടുകയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസിന് അറിയാം. അവരെല്ലാം ഒന്നിച്ച് മുട്ടുകുത്തി, ആ തറയിൽ മുട്ടുകുത്തി. അത് കണ്ണീര് വീണ് കാണും. അവരുടെ ആ തറകളിൽ കണ്ണീര് കൊണ്ട് ഒഴുകി കാണും. കാരണം എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ച് പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലോളം അവനോട് കൂടെ വന്ന് അവനെ യാത്ര അയച്ചു. വളരെ വൈകാരികമായ ഒരു സീനാണിത്. ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. പൗലോസ്, വൈ ആർ യു ലീവിങ്? പൗലോസ്, ഇവിടെ നിൽക്ക്, മിനിസ്ട്രി ഇനിയും വളർത്ത്. പൗലോസ് ഇല്ലാതെ ഇത് മുന്നോട്ട് നീങ്ങത്തില്ല. പൗലോസ്, അപ്പോസ്തലനായ പൗലോസെ, നമ്മളെ വിടാതെ, വി നീഡ് യു. ഇത് വളർത്ത്, 100, 200, 500, 1000 പേരായിട്ട് വളർത്ത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ് ഒരു വാക്കുണ്ട്, 22-ാം വാക്യം, ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ആത്മാവിനാൽ അതേ മനുഷ്യരല്ല അവനെ ബന്ധിക്കുന്നത്, വേറെ മനുഷ്യരല്ല അവനെ വലിക്കുന്നത്, വേറെ മോഹങ്ങളല്ല അപ്പോസ്തലനെ വലിക്കുന്നത് ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ഒരു അപ്പോസ്തലന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യം, താൻ ഇഷ്ടപ്പെട്ട പ്രവർത്തിച്ച ആ ഇഷ്ടപ്പെട്ട ജനത്തിനോട് ഇനി ശിഷ്ടകാലം ജീവിച്ചാലും തെറ്റില്ല, അല്ലേ? അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇല്ല, നിങ്ങളാണ് ഇനി ഇത് മുന്നോട്ട് നയിക്കേണ്ടത്. ഞാനോ യാത്ര തുടരുകയാണ്. എന്നെ ആത്മാവ് ബന്ധിക്കപ്പെട്ട് ഞാൻ പോവുകയാണ്. പിന്നീടുള്ള ലേഖനങ്ങൾ, റോമാലേഖനമൊക്കെ കാരാഗ്രഹത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ് എഴുതുന്നത്. പക്ഷെ പൗലോസിന് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, ഇനി അവരെ ഞാൻ കാണുകയില്ല. അവരേറ്റവും കരഞ്ഞു. വളരെ 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 ഹൃദയത്തിൽ തട്ടുന്ന ഭാഗങ്ങളാണ്. ഒരു അപ്പോസ്തലനും ഇത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്താണ്? നമ്മൾ മാക്സിമം ആ സഭകളെ പിടിച്ചു നിർത്തി ആ ജനത്തിന് ഇത് ദൈവത്തിന്റെ സഭയാണെന്നും ദൈവത്തിന്റെ മണവാട്ടിയെന്നും പൂർണ്ണമായിട്ട് അറിയാമായിരുന്നു പൗലോസിന്. അതുകൊണ്ട് തന്നെ അത് അവർക്ക് ഫലമേൽപ്പിച്ചിട്ട് പോവാണ്. പുള്ളിക്ക് പോണം, എനിക്ക് സമയമായി, എൻ്റെ കാന്തന്റെ അടുത്ത് പോണം, ഇനി ഇവിടെ നിന്നുകൂടാ, എനിക്ക് പോണം. നമുക്ക് ഈ ലോകത്തിൽ അതിശ്രേഷ്ഠമായി ജീവിക്കാനുള്ള വഴികൾ വീണ്ടും വീണ്ടും സഭയെ 1 മില്യൺ 2 മില്യൺ 10 മില്യൺ അതെങ്ങനെ കമിഞ്ഞ് കൂടി നമ്മൾ ഈ ലോകത്തിൽ അപ്പ എന്നെ ഇപ്പൊ വിളിക്കല്ലേ എനിക്ക് കുറച്ചുകൂടെ ആസ്വദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പൗലോസ് എല്ലാവരും ടാറ്റ ബൈ ബൈ കണ്ണീരോട് വിളിച്ചോണ്ട് പറയുന്നു, എനിക്ക് എന്റെ കാന്തനടുത്ത് പോയേ മതിയാവൂ. ഓ പോൾ. യോഹന്നാനും ഇതിനെക്കുറിച്ച് പറയുന്നു. 1 യോഹന്നാൻ ഇതേ കാര്യം യോഹന്നാൻ പറയുന്നുണ്ട്. 1 യോഹന്നാൻ 4-ാം അധ്യായം 1 മുതൽ 3 വരെ. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാത്ത ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവൻ. അപ്പം ഇത് എവിടുന്ന് നമ്മളോട് പറയുന്ന വചനമായാലും നമ്മളോട് പറയുന്ന ഓരോന്നും ശോധന ചെയ്യണം. ഇവിടെ വീണ്ടും കണ്ടോ, യോഹന്നാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ശോധന ചെയ്യണം. ദൈവവചനം ആര് നിങ്ങളോട് പറഞ്ഞാലും അത് ശോധന ചെയ്യണം. അത് ഏത് ആത്മാവിനാലാണ് സംസാരിക്കുന്നത് എന്ന് ശോധന ചെയ്യണം. ദൈവാത്മാവിനെ ഇതിനാൽ അറിയും, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. ഇത് പറയുന്നത് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ ഒരു വലിയൊരു ഡോക്ടറിന്, ഒരു കള്ള ഡോക്ടറിനും പറയുന്നുണ്ടായിരുന്നു യേശുക്രിസ്തു മനുഷ്യനല്ലായിരുന്നു എന്നൊരു ഡോക്ടർ, പൂർണ്ണമായ മനുഷ്യനല്ലായിരുന്നു എന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. യേശുക്രിസ്തു പൂർണ്ണമായിട്ടും ദൈവമല്ലായിരുന്നു എന്നൊരു വേറെ ഡോക്ടറിനുണ്ടായിരുന്നു.
ഇത് രണ്ടും സഭയിൽ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത് രണ്ടുമാണ് യേശു ക്രിസ്തു, അല്ലേ? അതായത് മദർ ഓഫ് ജീസസ്, അതായത് അവര് മദർ ഓഫ് ജീസസ് എന്ന് പറഞ്ഞാൽ മേരിയെ മദർ ഓഫ് ഗോഡ് ആക്കാൻ ഒരു പുതിയ ഒരു പരിപാടിയൊക്കെ തുടങ്ങിയായിരുന്നു. മദർ ഓഫ് ഗോഡ്, അത് അവർ വലിയ തർക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആ ഡിവിനിറ്റി കൊടുക്കാനായിട്ട്. ഇവിടെ പറയുന്നത് ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ മനുഷ്യനായിരുന്നു, പൂർണ്ണമായും മനുഷ്യനും പൂർണ്ണമായും ദൈവമായിരുന്നു എന്ന് പറയുന്നവർ മാത്രമേ ദൈവത്തിന്റെ മക്കളാവുള്ളൂ എന്നാണ് യോഹന്നാൻ പറയുന്നത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. അപ്പൊ ഈ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് അന്നേ ലോകത്തിലുണ്ട്. ഇതിന്റെ പൂർണ്ണതയായിട്ട് ഇനി വരാം, ഒരു മനുഷ്യനിലേക്ക് വരുമെന്ന് മാത്രം. അത് അന്നേ ഉണ്ട്. 2 യോഹന്നാൻ 1-ാം അധ്യായം 7 മുതൽ 11 വരെ നമുക്ക് പെട്ടെന്ന് വായിക്കാം. യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവനാകുന്നു. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവീൻ. അതായത് ഇങ്ങനത്തെ തെറ്റായ ഡോക്ടറിൽ പോയി വീണു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ പ്രതിഫലം നഷ്ടമാവും. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവീൻ. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഓരോരുത്തരും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുണ്ട്. അപ്പോൾ ഉപദേശത്തിൽ നിലനിൽക്കുക. ആ ഉപദേശം എന്തെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ അതെങ്ങനെ നിലനിൽക്കാൻ കഴിയും? അത് നിലനിൽക്കുന്നവനാണ് പിതാവും പുത്രനുള്ളത്. അപ്പോൾ ഉപദേശങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും. ഉപദേശങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ തെറ്റായ വിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരികയും നമ്മുടെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെടുകയും പിതാവും പുത്രനും ഇല്ലാത്തവരായി തീരുകയും ചെയ്യും. അത് തന്നെയാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ട് അല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. പലപ്പോഴും നമ്മൾ അവർക്കെല്ലാം ജ്യൂസും കൊടുത്ത് അവിടെ ഇരുത്തി അവർ പറയാനുള്ളതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. ഒരുത്തൻ ഒരു ഉപദേശം ഈ ഉപദേശം കൊണ്ട് അല്ലാതെ നിങ്ങൾ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അവനോട് കുശലം പറയുകയും ചെയ്തു. നമുക്കിതൊക്കെ വളരെ ദൈവസ്നേഹമൊക്കെ ഇതൊക്കെയാണ്. വരുന്നവർക്കെല്ലാം ജ്യൂസും കൊടുക്കുക, കുശലം പറയുക, പറ്റുവാണെങ്കിൽ 2 പഴംപൊരിയും കൂടെ കൊടുക്കുക. അതിൽ ദൈവസ്നേഹം എന്ന് കരുതുന്നു. ഇവര് പറയുന്നത് വീട്ടിനകത്ത് പോലും കേറ്റരുത്. നിങ്ങൾക്ക് എഴുതാൻ പലതും ഉണ്ട്, എങ്കിലും കടലാസിലും മഷി കൊണ്ടും എഴുതുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങൾ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിപ്പാൻ ആശിക്കുന്നു. അവിടുത്തെ മാന്യ സഹോദരിയുടെ മക്കൾ വന്ദനം ചൊല്ലുന്നു. അപ്പൊ ഇവിടെ യോഹന്നാന് പിന്നീട് യോഹന്നാന്റെ അവസാന കാലങ്ങളിൽ എഫെസോസിലായിരുന്നു. എഫെസോസുകാർക്ക് അത് വലിയ ആശ്വാസമായിരുന്നു കാണും. കാരണം പൗലോസിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അവർക്ക് വലിയ ആശ്വാസമായിരുന്നു കാണും. യോഹന്നാൻ അന്ന് അപ്പോസ്റ്റൽ, ദ ലാസ്റ്റ് അപ്പോസ്റ്റൽ, അവസാനത്തെ അപ്പോസ്റ്റലനായ യോഹന്നാൻ അവിടെ നിന്ന് അവർക്ക് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അത് വളരെയേറെ അവർ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ദൈവം അവരെ അനുമോദിക്കുന്ന കാര്യങ്ങളിലെല്ലാം അവര് ഉപദേശങ്ങളിൽ ഉറച്ചു നിന്നു എന്ന് തന്നെ കരുതണം. അപ്പൊ നമുക്ക് ഇന്ന് ചിന്തിക്കാനുള്ളത് എന്താണ്? 1, നമുക്ക് ദൈവത്തിന്റെ ഉപദേശങ്ങൾ നമുക്കറിയാമോ? 2, ദൈവത്തിന്റെ ആദ്യ സ്നേഹം അത് നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ? ഈ ദൈവവുമായിട്ട് ഒരു ആത്മീയമായ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടോ? അതോ നമ്മൾ വേറെ വ്യക്തികളിൽ കൂടെയാണോ ഈ ക്രിസ്തുവിനെ അറിയുവാൻ നോക്കുന്നത്? നമുക്ക് എവിടെയെങ്കിലും, അതായത് 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ പ്രവൃത്തി, പ്രയത്നം, സഹിഷ്ണുത. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി വരാനിരിക്കുന്ന ആ സമയത്ത് ഇത് 3മാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത്. എന്താണ്? പ്രവൃത്തി, പ്രയത്നം, സഹിഷ്ണുത. അതിലും നമ്മൾ എവിടെയെങ്കിലും വീണു പോയെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമ്മുടെ ജീവിതം തകർന്നു പോയെന്നല്ല, വീണ്ടും ഒരു അവസരം തരുന്ന ദൈവം പറയും, നിങ്ങൾ എവിടെ വീണു പോയെന്ന് ഓർത്തുകൊള്ളുക. റിമെമ്പർ, റിപ്പന്റ്, ഡു. എവിടെ നിന്നാണ് തെറ്റിപ്പോയത്? ഓക്കെ, അത് കണ്ടുപിടിക്കുക, അതിന് മാനസാന്തരപ്പെടുക. അതായത് ചിന്തകൾ മാറി, ആ ചിന്തകൾ മാറി എന്നുള്ളതിന്റെ സൈൻ എന്തുവാ? നമ്മുടെ പ്രവൃത്തികൾ ഇല്ലാത്ത വിശ്വാസം യാതൊരു കാര്യമില്ല. അതാണ് ജെയിംസ് പറയുന്നത്. അപ്പൊ ഇവിടെ എഫെസോസ് എന്ന സഭയിൽ പിന്നീട് അത് വളരെയേറെ പ്രശ്നങ്ങൾ വരികയും എഫെസോസ് എന്ന നഗരം പോലും ഇന്ന് ഇല്ല. അപ്പൊ നമുക്ക് സഭയായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും ഒരു വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ട്. അതിജീവിക്കുന്നവന് ആ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം അത് നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്ന ഒരു ചോയ്സാണ്. ആ സഭയ്ക്ക് കൊടുത്തു, സഭയിലെ ഓരോരുത്തർക്ക് കൊടുത്തു. ചെവിയുള്ളവനും അതിജീവിക്കുന്ന ഓരോരുത്തർക്കും ദൈവം കൊടുക്കുന്നത്. കാരണം അതിന്റെ അവസാനം എന്താ? ചെവിയുള്ളവൻ കേൾക്കട്ടെ. സഭകളോട് ദൈവത്തിന് ആത്മാവ് പറയുന്നത്. അതായത് ഇതെല്ലാം നമുക്കും ബാധകം.
അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ 7 ലെറ്റേഴ്സ് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ചെക്ക് പോയിന്റ്സ് കിട്ടും. നമുക്ക് നമ്മുടെ സഭയ്ക്കും നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമുക്ക് ഒത്തിരി ചെക്ക് പോയിന്റ്സ് കിട്ടും. അതനുസരിച്ച് നമ്മൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, ഇത് വെറും ഒരു നല്ല ബൈബിൾ സ്റ്റഡി ആയിട്ട് മാത്രം നിൽക്കുകയാണെങ്കിൽ വി ആർ ഇൻ ട്രബിൾ. അതല്ല, നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കണമെങ്കിൽ വീണ്ടും പോയി ഈ സ്റ്റഡി നടക്കണം. നിങ്ങൾ ഓരോന്നും ആ ഭാഗത്ത് ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് നിങ്ങൾ തന്നെ അത് ശോധന ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കിനി അധികം സമയമില്ല ദൈവത്തിൻ്റെ ജനമേ. വലിയ വ്യത്യാസങ്ങൾ ഈ ലോകത്തിലുണ്ടാവും, വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. 2030, 2040 വരെയൊക്കെ ആയിക്കഴിയുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പോകുന്നു നമ്മുടെ ഈ ലോകത്ത്. ഇതുവരെ കാണാത്ത രീതിയിലുള്ള വ്യത്യാസങ്ങൾ. അത് പെട്ടെന്നായിരിക്കും വ്യത്യാസങ്ങൾ വരുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പോലും പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സൂമും ഈ ബൈബിൾ സ്റ്റഡി ഇത് മുന്നോട്ട് ഇനി ഉണ്ടാവുമോ, ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇന്ന് കിട്ടുന്ന ഈ വചനം നിങ്ങൾ അത്രത്തോളം വാല്യൂ ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് കിട്ടുന്നത് അത്രയും ഈ സമയം കൊണ്ട് പ്രിപ്പയർ യുവർ സെൽഫ്. ഈ വചനമായിട്ട് ഇരുന്ന് അതിൻ്റെ സമയം കണ്ടെത്തി. നിങ്ങൾ ചിലപ്പോൾ ബിസി ആയിരിക്കും, പക്ഷെ അതിനായിട്ട് ദൈവവചനത്തിന് വേണ്ടി സമയം മാറ്റി വെച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നിങ്ങളോട് പറയുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും കണ്ടെത്തി നിങ്ങളുടെ ജീവിതങ്ങൾ മാറ്റുക. നമ്മൾ ഓരോരുത്തരും അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ എഫെസോസിന് പറ്റിയതുപോലെ, എഫെസോസിനോട് പറഞ്ഞതുപോലെ ദൈവം നമ്മളോട് പറയും, നീ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. അങ്ങനെ നമ്മൾ ഓരോരുത്തരും അതിലേക്ക് വരാതിരിക്കട്ടെ. നമ്മൾ ആ ദൈവത്തിൻ്റെ ആദ്യ സ്നേഹത്തിലും ആദ്യ പ്രവൃത്തിയിലും നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇനി അടുത്തത് സ്മരണയാണ്. അപ്പോൾ അത് നിങ്ങൾ വായിക്കുക. സ്മരണ വളരെ ടഫായിട്ടുള്ള ഒരു സഭയാണ്. ആ സഭ ഹിസ്റ്റോറിക്കലി എന്തൊക്കെ കടന്നുപോയെന്ന് വായിക്കുമ്പോൾ വളരെ വളരെ ഹൃദയത്തിൽ തൊടുന്ന ഭാഗങ്ങളാണ്. അപ്പം അതിന് ആ ചാപ്റ്ററും സ്മരണയും പഠിക്കുക. ഞാൻ വിചാരിച്ചത് 2 സഭയെങ്കിലും ഒരൊറ്റ ക്ലാസ്സിൽ ചെയ്യാമെന്ന്, പക്ഷെ നടക്കത്തില്ല, അത്രത്തോളം ഉണ്ട് അതിൽ. അതുകൊണ്ട് ദൈവത്തിന് ആത്മാവ് അനുവദിക്കുന്ന പോലെ. അപ്പോൾ അടുത്ത ക്ലാസ് ഈസ് അബൌട്ട് ദ ലെറ്റർ ടു ദ ചർച്ച് ഓഫ് സ്മരണ. അതിനെക്കുറിച്ച് വായിക്കുക, പഠിക്കുക, അത് ക്രോസ് റെഫറൻസസ് എല്ലാം നോക്കുക. അത് വലിയ വ്യത്യാസങ്ങൾ വരുത്തും. സ്മരണ നമ്മളെ ചലഞ്ച് ചെയ്യും. നമുക്ക് വെറുതെ ജസ്റ്റ് ഒരു വായിച്ചു പോകാൻ പറ്റുന്ന ഒരു സഭയല്ല സ്മരണ. അപ്പോൾ എഫെസോസിലും ഇത്രത്തോളം ഉപദേശങ്ങൾ സ്ട്രോങ് ആയിട്ടിരുന്ന സഭയിൽ പോലും ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. അതെനിക്ക് വളരെ അതിശയം തോന്നുകയാണ്. ഇത്രത്തോളം 3 ഹെവി വെയിറ്റ് ഉപദേശകരായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് പോലും ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. അപ്പോൾ നമ്മൾ പലപ്പോഴും വലിയ ഉപദേശകരുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് അഹങ്കരിക്കാനൊന്നും വകുപ്പില്ല. നല്ല ഉപദേശകരുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമെന്ന് കരുതി നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കിക്കൊള്ളുക. അതിലൊന്നും പ്രൈഡൊന്നും ആക്കിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഈ 3 വമ്പന്മാരുണ്ടായിരുന്ന സഭയിലും ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ ദൈവം പറഞ്ഞു, നിന്റെ സ്ഥാനം ഞാൻ മാറ്റിക്കളയും. നമ്മൾ ഓരോരുത്തരും അവിടെ തന്നെ നിൽക്കുന്നു. നമുക്കൊന്നും പ്രശംസിക്കാനോ പൂഴ്ത്താനോ ഒന്നുമില്ല. ഇത് നമുക്കുള്ള കത്ത് തന്നെ. അപ്പോൾ ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഈ ബൈബിൾ സ്റ്റഡി അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഒത്തിരി കാര്യങ്ങളപ്പാ ഇന്ന് ഈ എഫെസോസിലെ കത്തിൽ കൂടെ നമ്മൾ കടന്നുപോയി. ഈ കത്ത് എഫെസോസിലുള്ള ഓരോരുത്തർക്കായ ആണെങ്കിലും അത് 7 സഭകളും മാറി മാറി വായിച്ചു. അത് മാത്രമല്ല അപ്പാ, ഇത് നമ്മൾ ഓരോരുത്തർക്കും, ഇന്നുള്ള എല്ലാ സഭകൾക്കും, ഇനി നാം അതിലുള്ള ഓരോ വ്യക്തികൾക്കും കൂടെയുള്ള കത്താണിത്. നമ്മൾക്ക് വീണ്ടും ശോധന ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അങ്ങ് ഉദ്ദേശിക്കുന്ന പ്രവൃത്തികളുണ്ടോ? അങ്ങയ്ക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സഹിഷ്ണുതയുണ്ടോ? അപ്പം ഇന്ന് ആരെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വചനം ഒരു ആശ്വാസമായി തീരട്ടെ. അവർ തിരിച്ചുപോയി അവരെവിടെ വീണത് എന്ന് ഓർത്തിട്ട് അവരുടെ വഴികൾ മാറ്റി, ചിന്തകൾ മാറ്റി, അവർ ദൈവത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് തിരിച്ചു വരുവാൻ ഈ വചനം അവരെ സഹായിക്കട്ടെ. നമ്മളെ വരാനിരിക്കുന്ന രാജ്യം, അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന അപ്പാ, അവിടെ മാത്രമേ നമുക്ക് സന്തോഷം, നിത്യമായ സന്തോഷവും സമാധാനവും ഉള്ളൂ. അതിനുവേണ്ടി വി വെയിറ്റ് ഫോർ ഇറ്റ്, ഫോർ യുവർ കിങ്ഡം. ആ രാജാവിൻ്റെ വരവിനായി നമ്മൾ ഓരോരുത്തരും കാത്തു നിൽക്കുന്നു. ഈ തന്ന വചനത്തിനായിട്ട് വി താങ്ക് യു ലോർഡ്. കണ്ടിന്യൂ ടു സ്പീക്ക് ടു അസ്. നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കണം. നമ്മൾ അങ്ങയുടെ സമയം മാറ്റിവെച്ച് അങ്ങയുടെ വചനം അത് മനസ്സിലാക്കി ഗ്രഹിച്ച് അനുസരിക്കുവാൻ വേണ്ടിയുള്ള അവസരങ്ങൾ നമുക്ക് തരണമേ. വി താങ്ക് യു മൈ ഫാദർ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇവിടെ കൊണ്ടുവന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരധികം ഫലം കായ്ക്കേണ്ടതിന്, ദൈവവുമായിട്ട് വളരെ അടുത്ത ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ വേണ്ടി ക്രിസ്തുവിനെ അവർ ഉയർത്തുവാൻ, അവരുടെ ജീവിതങ്ങൾ, അവരുടെ സഭകളിൽ, അവരുടെ കുടുംബജീവിതത്തിൽ, അവരുടെ വ്യക്തി ജീവിതത്തിൽ ക്രിസ്തുവിനെ ഉയർത്തുവാൻ അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും ഉയർത്തുവാൻ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കണമേ അപ്പാ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.